ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നടത്തി വരുന്നു. സൈക്കോളജി, സൈക്കോതെറാപ്പി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകളും നോളജുകളുമാണ് ഓരോ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരിയറിൽ നമുക്ക് ഒന്നും കൂടി ഷൈൻ ചെയ്യണമെങ്കിൽ അപ്ഡേറ്റഡ് ആവണം. നമ്മൾ പല ദിവസവും അപ്ഡേറ്റിംഗ് ആയിട്ടുള്ള നോളജ് ആണെങ്കിലും പുതിയ തെറാപ്പികളാണെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. സോ ഇതിനൊക്കെയുള്ള ഒരു അവസരം എന്ന രീതിയിലാണ് വിൻബിളിലൂടെ നമ്മൾ വർക്ക്ഷോപ്പുകളായിട്ടും വെബിനാറുകളായിട്ടും ഒക്കെ ഓരോ ദിവസവും നടത്തി വരുന്നത്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി ഇൻ കപ്പിൾ കൗൺസിലിംഗ്. നമ്മുടെ കപ്പിൾ കൗൺസിൽ EFTയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കപ്പിൾ കൗൺസിലിംഗ് ഫോക്കസ് ചെയ്യുന്നവർക്കും അതുപോലെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ബെറ്റർ ആക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ പല പ്രോബ്ലംസ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി നടക്കാത്തത്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ടും പലപ്പോഴും ഇതെല്ലാം പല പ്രോബ്ലംസും സാധാരണ നടക്കുന്ന പല പ്രോബ്ലംസും ഒക്കെ നമ്മുടെ ഇമോഷണലി കണക്റ്റഡ് റെഡി ആവാത്തതുകൊണ്ടായിരിക്കാം. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ EFT എന്താണ്, അതുപോലെ കപ്പിൾ കൗൺസിലിൽ എങ്ങനെ എത്രത്തോളം ഇതിന്റെ ചേഞ്ചസ് ഉണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാം നമുക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സ്നേഹ മാം ആണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലർ ആണ്. നമ്മുടെ വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളും തെറാപ്പി സെഷനുകളും മാം നടത്തി വരുന്നുണ്ട്. മാമിന്റെ തന്നെ നെറ്റ് JRFന്റെ ക്ലാസ്സസ് നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പ് ഇന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കപ്പിൾ തെറാപ്പിയുടെ 3rd ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് February 25th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇതെല്ലാം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സോ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷന് നമുക്ക് ഇവിടെ തുടക്കം കുറിക്കാം. ആദ്യം തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാവരെയും ഈ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്നേഹ മാമിനെ ഏറെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you, Rafmat. Good evening, all. ഗുഡ് ഈവനിങ്. Good evening, ma'am. Good evening. പരിചയമുള്ള ശബ്ദങ്ങൾ. Good evening, ma'am. Good Suano. evening. Yes. Okay. Okay, നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ഇങ്ങനെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ നിങ്ങള് EFTയുടെ 2 ഫോംസ് ഉണ്ട്. അതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? പക്ഷെ നിങ്ങൾ ഇതിന്റെ ഒരു ഹെഡിങ് ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. എല്ലാവരും ഇത് ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി ആണെന്ന് വിചാരിച്ചോ എന്നും എനിക്കറിയില്ല. ഇതിന്റെ പേര് ശരിക്കും ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി എന്നാണ്. ഷോർട്ട് ഫോം EFT തന്നെയാണ്. EFTയുടെ മറ്റൊരു വേർഷൻ ആണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? 2 ടൈപ്പ് ഓഫ് EFT ഉണ്ട് എന്നുള്ളത്? ആദ്യമായിട്ടാണ് സാധാരണ മറ്റേ EFT എന്ന് പറഞ്ഞ മറ്റേ ടാപ്പിംഗ് അല്ലേ? 7 or 8 types of tapping in the body അല്ലേ? ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പിക്ക് മുന്നേ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പി അല്ലെങ്കിൽ ആണ് ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഇമോഷണൽ ഫോക്കസ്ഡ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തത് സ്യൂ ജോൺസണും ലെസ്ലി ഗ്രീൻബർഗും ആണ്. പക്ഷെ ലെസ്ലി ഗ്രീൻബർഗ് ഇതിന്ന് ഒന്ന് ഡിവേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന EFT ഡെവലപ്പ് ചെയ്യുകയും, എന്നാൽ സ്യൂ ജോൺസൺ അതിനെ കുറച്ചും കൂടി ഒരു കപ്പിൾ ബേസ്ഡ് അപ്രോച്ചിലേക്ക് മാറ്റാണ് ചെയ്തത്. ശരിക്കും രണ്ടുപേരും കൂടി കൊളാബറേറ്റഡ് വർക്ക് ആയിരുന്നു. പക്ഷെ ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി കൂടുതൽ നമ്മൾ യൂസ് ചെയ്തത് ഒരു കപ്പിൾ കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോഴാണ്. നമ്മുടെ അറ്റാച്ച്മെന്റ് തിയറീസ് ബേസ് ചെയ്തുകൊണ്ട് കപ്പിൾ കൗൺസിലിംഗ് എങ്ങനെ എഫക്റ്റീവ് ആക്കാം, കപ്പിൾ കൗൺസിലിംഗിൽ ഇമോഷന്റെ ഒരു പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് ഒരാളുടെ ഹീലിംഗ് പ്രോസസ്സിലോട്ട്, കപ്പിൾസിന്റെ ഹീലിംഗ് പ്രോസസ്സിലോട്ട് ഇമോഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ദെൻ കപ്പിൾസിന്റെ ഇടയിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ്, ഇങ്ങനെ എല്ലാ കപ്പിൾസ് റിലേറ്റഡ് ആയിട്ട് മാത്രം പോകുന്നതാണ് ഇമോഷണൽ ഫോക്കസ്ഡ് തെറാപ്പി എന്ന് പറയുന്നത്. കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് തിയറി ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ EFT നമ്മൾ നോർമലി നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ള EFT എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് തെറാപ്പിയാണ്. അതൊരു ഇൻഡിവിജ്വൽ തെറാപ്പിയാണ്. അവിടെ ഒരാളുടെ നെഗറ്റീവ്സില്
ഡീപ്പ് ഇമോഷണൽ ഫങ്ഷനിങ്ങിൽ, മാലഡാപ്റ്റീവ് ഇമോഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് EFT എന്ന് പറയുന്നത്. അത് മാറ്റി പുതിയത് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അത് മെയിൻ ആയിട്ടും നമ്മളൊരു ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി ഉപയോഗിക്കുക. കപ്പിൾ കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുക ഇമോഷണൽ ഫോക്കസ്ഡ് തെറാപ്പിയാണ്. കാരണം ഇതാണ് നമ്മുടെ അറ്റാച്ച്മെന്റ് പാറ്റേൺസിലും ഇന്ററാക്ഷൻ പാറ്റേൺസിലും ഫോക്കസ് ചെയ്തിട്ടുള്ള തെറാപ്പി. അവിടെ വരുമ്പോഴേക്കും അത് കുറെ കൂടി നമ്മുടെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഇമോഷൻ ആൻഡ് ഇമോഷണൽ പ്രോസസ്സിംഗിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന കപ്പിൾ കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ കപ്പിൾസിന്റെ ഇടയിൽ വരുമ്പോഴേക്കും ഈ ഇമോഷണൽ ഫോക്കസ്ഡ് തെറാപ്പിയുടെ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു ബേസിക് അവയർനെസ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ നിങ്ങളൊക്കെ അറ്റാച്ച്മെന്റ് തിയറി കേട്ടിട്ടുള്ള ആളുകളല്ലേ? അറ്റാച്ച്മെന്റ് തിയറി അറിയാവോ? എന്താണ് അറ്റാച്ച്മെന്റ് തിയറി? നിങ്ങളുടെ ഒരു ഐഡിയ പറഞ്ഞാൽ മതി, ഓടിച്ചൊന്ന് പറഞ്ഞാൽ മതി. മെയിൻ ആയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞാൽ മതി. കുറ്റിക്കോട്ടെ, കുഴപ്പമില്ല, അറിയുന്നത് പറഞ്ഞാൽ മതി. ആർക്കറിയില്ല. ഓക്കെ, EFT എന്ന് പറയുന്നത് നമ്മളെ മെയിൻ ആയിട്ട് പറഞ്ഞല്ലോ, ഡോക്ടർ സ്യൂ ജോൺസൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി. ഇതിന്റെ കോർ കോൺസെപ്റ്റ് അറ്റാച്ച്മെന്റ് തിയറിയാണ്. അറ്റാച്ച്മെന്റ് തിയറി ഡെവലപ്പ് ചെയ്ത ആരാണ്? ജോൺ ബൗൾബി ആണ്. ജോൺ ബൗൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളെല്ലാവരും, അറ്റാച്ച്മെന്റ് തിയറിയുടെ ഒരു കോർ കോൺസെപ്റ്റ് ഇത്രയാണ്: നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു എന്താ പറയാ, പ്രൈമറി കെയർ ഗിവർ ആരാണോ, അല്ലെങ്കിൽ നമ്മളെ വളർത്തുന്നത് ആരാണോ, അവരായിട്ട് ഒരു ക്ലോസ് ഇമോഷണൽ ബോണ്ട് ഫോം ചെയ്യും. നമ്മൾ ജനിക്കുമ്പോഴേ അങ്ങനെ ഒരു ഇന്നീറ്റ് ഡ്രൈവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അറ്റാച്ച്മെന്റ് തിയറിയിൽ പറഞ്ഞത്. ഹ്യൂമൻസ് ആർ ബോൺ വിത്ത് ആൻ ഇന്നീറ്റ് ഡ്രൈവ് ഫോർ ഇമോഷണൽ ബോണ്ട്സ്. ആ ഇമോഷണൽ ബോണ്ട് ആരുമായിട്ടാണ്? വിത്ത് ദെയർ കെയർ ഗിവേഴ്സ്, പ്രൈമറി കെയർ ഗിവേഴ്സ്. നമുക്ക് സർവൈവ് ചെയ്യാനും സെക്യൂരിറ്റിക്കും വേണ്ടി നമ്മുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ഇമോഷണൽ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് അറ്റാച്ച്മെന്റ് തിയറിയിൽ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലുള്ള നമ്മൾ അവരായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഒരു അഡൾട്ടിന്റെ ഒരു അറ്റാച്ച്മെന്റ് പാറ്റേൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് കുട്ടിക്കാലത്ത് നമ്മുടെ പാരന്റുമായിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണോ ഉണ്ടായിരുന്നത്, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ വളർന്നു വരുമ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മൾ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? ഇമോഷൻസിലാണ്. നമ്മൾ കപ്പിൾ കൗൺസിലിംഗിൽ കോൺഫ്ലിക്റ്റുകൾ എടുക്കാറുണ്ട്, അവരുടെ പേഴ്സണാലിറ്റി ഇഷ്യൂസ് നോക്കാറുണ്ട്. ഇതെല്ലാം നോക്കുമ്പോഴും, ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കിയാലും ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റിമസി എന്ന് പറയുന്ന കാര്യം, അല്ലെ? നമുക്കൊരു വ്യക്തിയായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവാൻ പറ്റണം. ഇമോഷണലി കണക്റ്റഡ് ആയാൽ മാത്രമേ അവിടെ ഒരു സെക്യൂർ ബോണ്ടിങ് ഉണ്ടാവുള്ളൂ. അത് ഒരു എന്താ പറയാ, മുന്നോട്ടുള്ള ഒരു ലൈഫിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറയും റെസ്പെക്ട് വേണം, ലൈക്ക് കെയർ ചെയ്യണം, കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും ഇതിനെയൊക്കെ ചേർത്ത് വെക്കണമെങ്കിൽ ഒരു ഗ്ലൂ പോലെ അവിടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ബോണ്ടിങ്. ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ. അപ്പോൾ വളരെ ഡിസ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന, കോൺഫ്ലിക്റ്റ് ഇരിക്കുന്ന കപ്പിൾസിനെ കുറെ കൂടി ഒരു ഇമോഷണൽ ബോണ്ടിങ് കൊണ്ടുവരാം. അവർക്കിടയിലുള്ള നെഗറ്റീവ് ഇന്ററാക്ഷൻ സൈക്കിളുകളെ മനസ്സിലാക്കി അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് EFT. ഇപ്പൊ കുറച്ചും കൂടി പാസ്റ്റ് ഈവൻസ് എന്നതിനേക്കാൾ അവരുടെ ഇമോഷണൽ എക്സ്പീരിയൻസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ അഡൾട്ട് റിലേഷൻഷിപ്പിന്റെ അറ്റാച്ച്മെന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന ഓരോ അറ്റാച്ച്മെന്റും അഡൾട്ട്ഹുഡിലേക്കും വരും. നമ്മുടെ കുട്ടിക്കാലത്ത് എന്താണോ ആഗ്രഹിച്ചത് അതാണ് നമ്മൾ നമ്മുടെ ഒരു പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സേഫ്റ്റി, കംഫോർട്ട്, ഇമോഷണൽ സെക്യൂരിറ്റി, അല്ലെ? ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ പാരന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ നീഡ്സ് ആണ്. സേഫ്റ്റി, കംഫോർട്ട്, ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. ഇതേ കാര്യമാണ് നമ്മൾ വളർന്നു വരുമ്പോഴും ഒരു പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അറ്റാച്ച്മെന്റ് ഇഷ്യൂസ്, അറ്റാച്ച്മെന്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനി കുട്ടിക്കാലത്ത് നമ്മൾ പറയുന്ന അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് പോലെ തന്നെ അന്ന് നമ്മൾ പറയല്ലോ സെക്യൂർ, ആങ്ഷ്യസ് അവോയ്ഡന്റ്, ആങ്ഷ്യസ് റെസിസ്റ്റന്റ് ഓർ ആംബിവാലന്റ്, ഡിസോർഗനൈസ്ഡ് എന്ന ടൈപ്പ് ഓഫ് 4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എയിംസ്വർത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് പ്രകാരം
പക്ഷെ അഡൾട്ടിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ 3 ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ്സ് ആണ് പറയാ: സെക്യൂർ, ആങ്ഷ്യസ്, അവോയ്ഡന്റ്. ചിലത് ഡിസോർഗനൈസ്ഡ് ആവും, പക്ഷെ മെയിൻ ആയിട്ടും ഈ 3 ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് അഡൾട്ട്സിൽ കാണാറുള്ളത്. ഒന്ന് സെക്യൂർ അറ്റാച്ച്മെന്റ്, 2 ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, 3 അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്. സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? പ്രൊട്ടക്ഷൻ. We need protection. ഉറപ്പായിട്ടില്ലേ? യെസ്. ആ. അവർക്ക് അവിടെ എന്തുണ്ട്? ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിൽ അവർക്കൊരു സേഫ്റ്റി ഉണ്ട്, അവരുടെ നീഡ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്കൊരു കംഫർട്ട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇമോഷണലി അവർ കണക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് സെക്യൂർ അറ്റാച്ച്മെന്റ്. ഈ ഒരു കേസ് നമ്മുടെ അടുത്തേക്ക് വരില്ല. കാരണം അവർ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ റിലേഷൻഷിപ്പിൽ, സെക്യൂർഡ് ആയിട്ട് പോകുന്നതാണ്, അല്ലെ? അപ്പൊ ഏതൊക്കെയായിരിക്കും വരാം? മറ്റേ 2 കാറ്റഗറിയും, അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസും ഒരു മിക്സഡ് ആയിട്ട്. രണ്ടുപേരും സെക്യൂർ അറ്റാച്ച്മെന്റിൽ ഒരാളാണെങ്കിൽ ആ കപ്പിൾസിനുള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴൊക്കെ ഇത് മിക്സഡ് ആയിട്ട് വരുന്നോ അവിടെയൊക്കെ ബുദ്ധിമുട്ടും. രണ്ടുപേരും ആങ്ഷ്യസ് ആണെങ്കിൽ കുഴപ്പമാണ്, രണ്ടുപേരും അവോയ്ഡന്റ് ആണെങ്കിൽ പ്രശ്നമാണ്. ഒരു ആങ്ഷ്യസും ഒരു അവോയ്ഡന്റും, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സെക്യൂറും ആങ്ഷ്യസും ആണെങ്കിലും സെക്യൂർ ആൾക്ക് അത്ര എഫക്ട് ചെയ്യില്ല, പക്ഷെ ആങ്ഷ്യസ് ആയ ആളത് എഫക്ട് ചെയ്യും. ഇങ്ങനെ അത് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മെജോറിറ്റി കേസസും കപ്പിൾ കൗൺസിലിംഗിന് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ആണ് ആങ്ഷ്യസ് അവോയ്ഡന്റ്. ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എപ്പോഴും ഒരു ഫിയർ ഓഫ് അബാൻഡൻമെന്റിൽ കഴിയുന്ന ആളുകളാണ്. ഇവര് എല്ലാ കാര്യത്തിലും ഇവർക്ക് എന്ത് കിട്ടണം? റീഅഷുറൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം. ചെറിയ 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 കാര്യങ്ങൾക്ക് വരയ്ക്ക് ഇവർക്ക് സപ്പോർട്ട് വേണ്ടി വരും. ആ ഒരു സേഫ്റ്റി, ഇൻസെക്യൂരിറ്റി, അതായത് സേഫ്റ്റിയാണ് ഇവർക്ക് വേണ്ടത്, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഇവർക്കുണ്ട്. അപ്പൊ എപ്പോഴും പാർട്ണറുടെ കയ്യിൽ നിന്ന് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി കിട്ടണം എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു കാര്യം. ഇപ്പൊ കുട്ടിക്കാലത്ത് ട്രോമയിലൂടെ പോയിട്ടുള്ളവര്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ നിന്ന് വേണ്ടത്ര ഒരു ഇമോഷണൽ ഇന്റിമസിയോ കെയറോ കിട്ടാത്ത ആളുകൾ. ഇപ്പൊ നമ്മൾ പറയില്ലേ, കുട്ടിക്കാലത്ത് ഒരു അച്ഛന്റെ സ്നേഹവും പരിഗണനയും കിട്ടാത്ത ഒരു വളർന്നൊരു കുട്ടിയാണെന്നില്ല, വളർന്നു വരുമ്പോ അത് ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് പാർട്ട്ണറുടെ കയ്യിൽ നിന്നായിരിക്കും. പാർട്ട്ണർ അവിടെ ഇപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള റെസ്പോൺസിബിലിറ്റിയിൽ പോകുമ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ എക്സ്പെക്ടേഷൻസ് അവിടുന്ന് കയറി വരും. ഒരു അത്രയും കെയർ അവിടുന്ന് വേണം, അത്രയും റീഅഷുറൻസ് വേണം. ആ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ പതിയെ നമ്മൾ പോലും അറിയാതെ അൺകോൺഷ്യസ്ലി എവിടേക്ക് കയറി വരികയാണ്? റിലേഷൻഷിപ്പിലേക്ക് കയറി വരികയാണ്. ദാറ്റ് ഈസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഒരു അഡൾട്ട് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിഹേവിയർ നമ്മുടെ റിലേഷൻഷിപ്പ് പാറ്റേണിലേക്ക് വരും. അവോയ്ഡന്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും? അവർ ഭയങ്കര ഇന്റിമസി ഒന്നും കാണിക്കില്ല. അവർ എപ്പോഴും ഒരു ഇന്റിമസി ഫിയർ ഉണ്ടാവും. അത് ഫെയിലിയർ ആവാം, ഫെയിലിയർ തോട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം, റിജക്ഷൻ പേടിയുള്ളത് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു റീസൺ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇവരിങ്ങനെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഡിസ്റ്റൻസ്, ഒരു അവോയ്ഡൻസ്, ഒരു ഡിസ്റ്റൻസിലാണ് പാർട്ണറെ നിർത്തുക. എല്ലാവരും ആ ഒരു മാറ്ററിലാണ് എടുത്തു വിടുന്നത്. ഓവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് പോകും. അപ്പൊ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്ക് റീഅഷുറൻസ് വേണം, അവോയ്ഡന്റ് ആയിട്ടുള്ള ആൾക്ക് ഒരു ഡിസ്റ്റൻസ് വേണം. ഈ രണ്ടുപേരും കൂടി വന്നുള്ള ഒരു അവസ്ഥ ആലോചിക്കും, ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇവർ തമ്മിൽ എന്തിനു വഴക്കൂടിയെന്ന് കണ്ടുപിടിക്കലല്ല, അതറിയണം, അതിന് പുറകിലുള്ള ഇമോഷൻ അറിയണം. അത് ഫിയർ ഓഫ് റിജക്ഷൻ ആണോ, അബാൻഡ്മെന്റ് ആണോ, ട്രോമയാണോ, അതുപോലെ എന്തെങ്കിലും ഫെയിലിയർ ആണോ, അതില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ആ ഇമോഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അങ്ങനെയാണ് ഈ ഇമോഷണലി ഫോക്കസ്ഡ് തെറാപ്പി ഇൻ കപ്പിൾ വർക്ക് ചെയ്യുന്നത് എന്നതാണ്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ നോക്കണം വെച്ചാൽ, ഒന്ന് അവരുടെ ഇമോഷൻ നോക്കണം, ഈ അറ്റാച്ച്മെന്റ് ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ളത്. 2 നെഗറ്റീവ് സൈക്കിൾസ്, ഇത് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്? ആ പാർട്ണറെ ബ്ലെയിം ചെയ്യാന്നുള്ളതല്ല, ഈ ഒരു നെഗറ്റീവ് സൈക്കിള് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ദെൻ ഇപ്പോഴത്തെ ഒരു ഇന്ററാക്ഷൻ, കാലങ്ങൾക്ക് മുന്നേ അങ്ങനെയായിരുന്നു അതിലല്ല, ഇപ്പൊ അവരുടെ ഒരു ഇന്ററാക്ഷൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ മാറ്റി അവരുടെ വൾണറബിലിറ്റി മാറ്റിയെടുത്ത് ഒരു ഇമോഷണൽ സേഫ്റ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വൈഫ്, ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള ഒരു വൈഫും ഒരു അവോയ്ഡന്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും ആണെന്ന് വിചാരിക്കാം.
അപ്പൊ ഏത് കാര്യത്തിനും റീഅഷുറൻസ് വേണ്ട ഒരാളാണ് വൈഫ് വരുന്നത്. ഈ വൈഫ് എന്ത് ചെയ്യും? ഇങ്ങനെ ഹസ്ബൻഡിന്റെ പുറകെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, ഇത് ചെയ്യൂ, അത് ചെയ്യൂ. ഹസ്ബൻഡ് ഞാൻ ചെയ്യാം ഓക്കെ, ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ അതിങ്ങനെ വിട്ടു പോകും. അപ്പൊ ഇതെല്ലാം എന്ത് വരികയാണ്? അവർക്കിടയിൽ പതിയെ പതിയെ കോൺഫ്ലിക്റ്റ് എന്ന് അറിയായിരിക്കും. ഒരാളിങ്ങനെ പെർസ്യൂ ചെയ്തു പോകും, ഇത് കോൺഫ്ലിക്റ്റ് ആവും. കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ മറ്റേ ആൾക്ക് ഇത് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കണം. അതായത് ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്ക് അപ്പൊ തന്നെ അത് സോൾവ് ചെയ്യണം, അപ്പൊ തന്നെ അതെല്ലാം പറഞ്ഞു തീർക്കണം, അതിനൊരു സൊല്യൂഷൻ കിട്ടണം, അല്ലാതെ അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല. മറ്റേ വ്യക്തിക്കാണെങ്കിലോ കുറച്ചു നേരം ഇത് മാറിയിരിക്കണം, ഇതിപ്പോ ഡിസ്കസ് ചെയ്യണം, പിന്നെ ഡിസ്കസ് ചെയ്യാം, ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉള്ള ഒരാളായിരിക്കും. അപ്പൊ എന്തുണ്ടാവും? ഒരാൾക്ക് ഇപ്പൊ തന്നെ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം, ഒരാൾക്ക് കുറച്ച് ടൈം എടുത്ത് സൊല്യൂഷൻ ഉണ്ടാക്കണം. ഇതാണ് ഇവർക്കിടയിൽ സംഭവിക്കുന്നത്. ഒരാൾ ഇങ്ങനെ പുറകെ പോവും, ഒരാൾ ഡിസ്റ്റൻസ് ഇട്ട് പോകും. അപ്പൊ ഒരു പെർസ്യൂവർ ഡിസ്റ്റൻസർ സൈക്കിൾ എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് പാറ്റേൺ ഉണ്ട് ഇവർക്കിടയിൽ. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ അഡ്മിറ്റ്. എന്താണ് ശരിക്കും ഇതൊരു എക്സാമ്പിൾ ആണ്. ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ ഒരു സൈക്കിള് മനസ്സിലാക്കി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ മാറ്റം വരുത്തുകയാണ് നമ്മൾ ഇവിടെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് സ്റ്റെപ്പിലോട്ട് വരാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ആണോ? ഓക്കെ മാം, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇതില് EFTയില് 3 സ്റ്റേജ് ആണ് നമ്മൾ പറയാം. അപ്പൊ ഈ EFTയിൽ നമ്മൾ പറഞ്ഞു, ഒന്ന് ഡി എസ്കലേഷൻ ഓഫ് നെഗറ്റീവ് സൈക്കിൾ എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം. ഡി എസ്കലേഷൻ. എസ്കലേറ്റ് ചെയ്താ പറയാ. എസ്കലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എസ്കലേറ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വസ്തു, നമ്മുടെ മുകളിലൊക്കെ കാണുന്ന എസ്കലേറ്റർ, അതന്നെയാണ് എസ്കലേഷൻ. നമ്മളിങ്ങനെ നിർത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട്. അതിനൊരു ലൂപ്പ് പോലെ എൻഡില്ല. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് എസ്കലേറ്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ എസ്കലേറ്റ് ചെയ്ത് പോകുന്ന പാറ്റേണെ കണ്ടുപിടിച്ചിട്ട് അവിടെ അതിനെ ബ്രേക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇവരായിട്ട് നമ്മൾ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എവിടേക്കാണ് ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഓരോ ഈവന്റും നമ്മൾ വളരെ നോട്ട് ചെയ്യുക. എല്ലാ ഈവന്റിലും കോറായിട്ട് എന്താ സംഭവിക്കുന്നത്? ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ എടുത്ത് സോൾവ് ചെയ്യാൻ നിന്നാൽ തീരില്ല. കാരണം ഇവര് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടുണ്ടാവും. ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ 100 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ ഓരോ പ്രശ്നവും സോൾവ് ചെയ്യുക എന്നതിന് പുറമെ അതിലേക്ക് പോവാതെ പാറ്റേൺ കണ്ടുപിടിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അവിടുത്തെ ഇമോഷണൽ റിയാക്ടിവിറ്റി കുറയ്ക്കുക. പ്രൈമറി ഇമോഷൻസിനെ ഫോക്കസ് ചെയ്യുക. പ്രൈമറി ഇമോഷൻ പറഞ്ഞാൽ ഒരാള് ദേഷ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാള് ഇങ്ങനെ ഒച്ചെടുത്ത് സംസാരിക്കുക, ആ ഒരു പാറ്റേൺ ആണ്. പക്ഷെ അതിന്റെ പുറകില് വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും. ഫിയർ ആയിരിക്കാം, ഹേർട്ട് ആയിരിക്കാം, ലോൺലിനെസ് ആയിരിക്കാം. അപ്പോ നമ്മുടെ ലക്ഷ്യം പുറമെ കാണുന്ന ഫിസിക്കലി അവർ എക്സ്പ്രസ് ചെയ്യുന്ന ബിഹേവിയർ അല്ല, ഇതിന്റെ പുറകിലുള്ള ഒരു ഇമോഷൻ എന്താണ്, റിയൽ റീസൺ, റൂട്ട് കോസ് എന്ന് പറയുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഇസ് ഡി എസ്കലേഷൻ. പിന്നെ റീസ്ട്രക്ചർ ചെയ്യുക. ഈ ഒരു ഐഡിയനെ റീസ്ട്രക്ചർ ചെയ്യുക, ദെൻ കൺസോളിഡേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. റീസ്ട്രക്ചറിങ് പറഞ്ഞാൽ ഇവരുടെ ലൈഫിൽ കുറെ അറ്റാച്ച്മെന്റ് നീഡ്സ് പോയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് സാറ്റിസ്ഫൈ ചെയ്യാതെ പോയിട്ടുള്ള പല നീഡ്സും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഇടത്തായിരിക്കും. അപ്പൊ നമ്മൾ അവിടെയൊക്കെ അത് കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും. ആ ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ച് എംപതി, വാലിഡേഷൻ പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കില്ലിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതാ പറയാം. അപ്പൊ ഈ 3 ഘട്ടത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്, നമ്മുടെ EFT കടന്നു പോകുന്നത്. കോമൺ ആണ് കേട്ടോ, 2 EFTയിലും കോമൺ ആയിട്ട് ഈ 3 സ്റ്റേജ് തന്നെയാണ്. ഇവിടെ എന്താ പറയാ, പാർട്ണർ റിലേറ്റഡ് അല്ലെങ്കിൽ കപ്പിൾ റിലേറ്റഡ് ആയിട്ട് പറയുന്നത് മാത്രം. ഡി എസ്കലേഷൻ ഓഫ് നെഗറ്റീവ് സൈക്കിൾ വേണം, അതിനെ റീസ്ട്രക്ചർ ചെയ്യണം, ദെൻ ഒരു സെക്യൂർ ബോണ്ടിങ്ങിലോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യണം. ഈ 3 സ്റ്റേജസ് ആണ് നമ്മൾ കടന്നത്. ഇത് ഓരോ സ്റ്റേജസ് നമുക്ക് എങ്ങനെ ചെയ്യാം. നമ്മുടെ അടുത്തൊരു ക്ലയന്റ് വന്നു കപ്പിൾ കോൺഫ്ലിക്റ്റുമായിട്ട്, നമ്മൾ കുറെ ടെക്നിക്കൊക്കെ കൊടുക്കും. CBT കൊടുക്കും, വേറെ കുറെ കാര്യങ്ങൾ കൊടുക്കും. ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോഴും ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത്, ഒന്ന് സേഫ്റ്റിയാണ് വേണ്ടത്. ലിസൺ ചെയ്യാം. നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവർ നമ്മളോട് കുറെ കാര്യങ്ങൾ പറയില്ലേ, അതില് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവാം.
അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരാളുടെ സൈഡ് എടുക്കാതിരിക്കുക. നമ്മുടെ മുന്നിൽ രണ്ടുപേര് ഇരിക്കണം. നമുക്ക് ചിലപ്പോൾ ഒരാളോട് കുറച്ച് എമ്പതി സിമ്പതി ഒക്കെ കൂടുതലായിട്ട് തോന്നാം. പക്ഷെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരാളുടെ സൈഡ് നമ്മൾ എടുക്കാൻ പാടില്ല. രണ്ടുപേരുടെ ഫീലിങ്സിനെയും ഒരേപോലെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു സേഫ്റ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയില്ലേ, അത് കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ പതുക്കെ എന്താണ് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ പേഴ്സണൽ വിഡ്രോ പാറ്റേൺ മിക്ക കേസസിലും ഇതാണ് നടക്കുക. നമ്മുടെ ഒരു നോർമൽ ഇന്ത്യൻ ഫാമിലി ലൈഫ് എടുത്തറിയാം. ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അടുത്ത ആൾ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് ഇതിനെ പറ്റി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ പാർട്ട്ണർ അല്ല പ്രോബ്ലം, അല്ലെങ്കിൽ വൈഫ് അല്ല പ്രോബ്ലം, അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ല പ്രോബ്ലം. നിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു സൈക്കിൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ചെയ്യുന്നു, ഇവിടെ വിഡ്രോ ചെയ്യുന്നു, ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും ഇത് വരുന്നു. അപ്പൊ നമ്മുടെ ഇമോഷൻ ഹേർട്ട് ആവും. വീണ്ടും വീണ്ടും ഇത് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തെ റീഫ്രെയിം ചെയ്ത് കൊടുക്കുക. അവരുടെ ലൈഫിലെ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് റീഫ്രെയിം ചെയ്യാം. ദെൻ അവരുടെ ഉള്ളിൽ പല ഫിയർ, സാഡ്നെസ്, ലോൺലിനെസ് ഒക്കെ ഉണ്ടാവും. അത് കോൺവെർസേഷനിലേക്ക് പതിയെ കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കേസാണ് കേട്ടോ. ഈ കേസ് എന്ന് പറയുന്നത് ശരിക്കും കപ്പിൾ കൗൺസിലിംഗിന് വന്നൊരു കേസൊന്നുമല്ല, ഒരു മോളുടെ കേസ് ആയിട്ടോ. ഞാൻ തോന്നുന്നു ഇത് വേറെ ഏതൊരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശരിക്കും എക്സാക്ട്ലി പേഴ്സണൽ വിഡ്രോ പാറ്റേൺ വരുന്ന ഒരു കേസാണ്. ഇതില് വന്ന മോളുടെ ഫോൺ അഡിക്ഷൻ പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ വരുന്ന സമയത്ത് അച്ഛനും അമ്മയും കുട്ടിയും കൂടിയാണ് വരുന്നത്. കുട്ടി 9th-ലാണ്. അപ്പൊ അടുത്തൊന്നുമില്ല, അടുത്ത വർഷം 10th-ല്ലേ, നന്നായിട്ട് പഠിക്കണ്ടില്ലേ, ഇപ്പൊ തന്നെ ശ്രദ്ധിക്കണം, അവൾക്ക് ഭയങ്കര ഫോൺ യൂസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കുറേ കംപ്ലൈന്റ്സ് ഇങ്ങനെ വന്നപ്പോ തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരു ഗ്യാപ്പ് തരാതെ ഇന്നും ഇങ്ങനെയാണ്, ഹസ്ബൻഡിന് എന്ത് ചെയ്യുന്നില്ല, ഇതിലൊരു ശ്രദ്ധയില്ല, ഒരു കാര്യമില്ല, അച്ഛനും മകളും ഒറ്റക്കെട്ടാണ്, ഞാൻ അവിടെ ഒറ്റപ്പെടുന്നുണ്ട്, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല, എനിക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യണം, ഞാൻ പറഞ്ഞ അവളൊന്നും കേൾക്കില്ല, ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറയാന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. എന്നിട്ട് നമ്മൾ മറ്റേ ആളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ അച്ഛനോട് മോളെ പറ്റി ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നത്, കുട്ടികളായാലും ഇപ്പോ കുറച്ച് ഫോണൊക്കെ നോക്കില്ലേ. അവളോട് ഞാൻ ചോദിച്ചല്ലോ, അവള് ചോദിച്ചപ്പോ അവള് പഠിക്കാൻ ആ ഫോൺ നോക്കണെന്ന് പറഞ്ഞു. ഇനി ഇവളെന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? മനുഷ്യന്റെ ഓഫീസിലെ കുറെ വർക്കൊക്കെ കഴിഞ്ഞ് സ്ട്രെസ്ഡ് ആയിട്ട് വന്നു കയറുമ്പോഴാണ് ഇവര് തമ്മിലുള്ള പ്രശ്നം കാണുന്നത്. ഇനി ഞാൻ ഇതിലിപ്പോ എന്ത് ചെയ്യാനാണ്? അപ്പൊ ഞാനൊന്നും പറയാറില്ല, എനിക്ക് കുറച്ച് സമാധാനം വേണ്ടി വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത്. ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് പഠിക്കാനാ പറഞ്ഞു. ഇവള് വെറുതെ ആവശ്യമില്ലാതെ ഒച്ചെടുക്കുന്നതാണ്. ദിസ് ഇസ് ഹിസ് റിയാക്ഷൻ. ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, കുട്ടിയുടെ പ്രശ്നം പറഞ്ഞു വന്നിട്ട് ഇവര് തമ്മിലുള്ള ഒരു സംഭവം കണ്ടോ, സംസാര രീതി കണ്ടോ, ഇങ്ങനെയാണോ വരുന്നത്? അവിടെ കുട്ടിയോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് പാരന്റ്സ് ഇരിക്കുമ്പോ തന്നെ അവൾ അത്ര കംഫർട്ടബിൾ ഇല്ലാത്തതുകൊണ്ട് പാരന്റ്സിനെ പുറത്താക്കിയിട്ട് അവളോട് ചോദിച്ചു, ഇങ്ങനെയാണോ, എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഫോൺ യൂസ് ഉണ്ട്, ഫോൺ യൂസ് ഉണ്ട്, അവൾ അത്യാവശ്യം പഠിത്തത്തിൽ കുറച്ച് മാർക്കൊക്കെ പുറകിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും റിയാലിറ്റിയാണ്. പക്ഷെ ഭയങ്കര കുറഞ്ഞു അങ്ങനെയൊന്നുമില്ല. എന്നാലും അതുപോലെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഫോൺ യൂസ് ചെയ്യലുണ്ട്, പഠിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഫോൺ യൂസ് ചെയ്യലുണ്ട്. 9th-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ സോഷ്യൽ മീഡിയ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്നുള്ളത് സമ്മതിച്ചു എന്നുള്ളതാണ്. പിന്നെ പാരന്റ്സിനെ വിളിച്ചിരുത്തി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നിട്ട് കുട്ടീനെ പുറത്താക്കി. കാരണം ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ശരിക്കും ഇവിടെ കുട്ടിക്കാണോ പ്രശ്നം അതോ പാരന്റ്സിനാണോ പ്രശ്നം? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത്? അവർക്കിടയിലുള്ള ആ പ്രോബ്ലമാണ്. ആക്ച്വലി ഇവിടെ അമ്മ ഇമോഷണലി ഭയങ്കര ഓവർവെൽമഡ് ആണ് അല്ലെ. കാരണം അമ്മ എന്നൊരു ഹൗസ് വൈഫ് ആണ്, പുള്ളിക്കാരി ജോലിക്ക് പോകുന്നില്ല. പക്ഷെ 2 മക്കളുണ്ട്. മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, രാവിലത്തെ വർക്ക് തീർക്കുന്നു, ഇവരെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, സ്കൂളിലെ മീറ്റിംഗ്സിന് അമ്മ പോകുന്നു, കംപ്ലീറ്റ്ലി എല്ലാം ചെയ്യാന്നുള്ളത് ഇവരാണ്. ഇവർ ഇത് ആലോചിക്കുന്ന ടെൻഷനാ, മോളുടെ ഭാവി, മാർക്ക്, ഫോൺ യൂസ്, കുട്ടികളാകുമ്പോൾ തെറ്റായ വഴികളിലേക്ക് പോകുമോ എന്നുള്ള കൺഫ്യൂഷൻസ്. ആ ഒരു പ്രായമാണല്ലോ, അഡോളസെന്റ് ഏജ് ആണ് മോള് എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻസ്, ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ്, ഇതൊക്കെ വൈഫിന് ആ അമ്മയെ സംബന്ധിച്ച് അവിടെ ഉണ്ട്. അമ്മ കുറച്ച് ആൻഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അച്ഛൻ എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റീസിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അച്ഛന്റെ ഒരു ചിന്താഗതി ഇങ്ങനെയാണ്, ഞാൻ പുറത്തുപോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ. അച്ഛൻ അങ്ങനെ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞു, അപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഇവൾക്ക് വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് അതും കൂടെ എന്തിനാണ് എന്നോട് പരാതി പറയുന്നത്?
അപ്പൊ അച്ഛന്റെ ഒരു കാഴ്ചപ്പാട് ഇവരെല്ലാം വീട്ടിലെ കാര്യം മാനേജ് ചെയ്തോളാം, ഞാൻ പുറത്തു പോയി ജോലി സമ്പാദിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നൊരു വ്യക്തിയാണ്. ശരിക്കും ഇവിടുത്തെ പ്രശ്നം അമ്മയ്ക്ക് അവിടെ വേണ്ട ഒരു റെസ്പെക്റ്റോ പ്രയോറിറ്റിയോ ഗ്രാറ്റിറ്റ്യൂഡോ ഒന്നും ആരുടെ സൈഡിൽ നിന്നും ഇല്ല. അമ്മ പറയുന്ന ഒരു കാര്യത്തെ ഇവരാരും വാലിഡേറ്റ് ചെയ്യുന്നില്ല. മകള് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അച്ഛൻ അത് മോണിറ്റർ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമില്ല, പഠിക്കുന്ന സമയത്ത് അവിടെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ അത് വളരെ കൂളായിട്ട് അവളോട് ചോദിച്ചിട്ട് അവളൊന്നും ഇല്ല പറഞ്ഞു, അച്ഛൻ അത് അങ്ങനെ എടുത്തു, അമ്മയ്ക്കെതിരെ ഇട്ടു. ഒരു ദിവസം ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ട് കൃത്യമായിട്ട് കുട്ടീനെ മോണിറ്റർ ചെയ്യുകയും ഫോൺ യൂസിനെ പറ്റി കുട്ടിയോട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമ്പോൾ ഈ വൈഫ് ഇങ്ങനെ കിടന്ന് ഒച്ചയുണ്ടാക്കില്ല. വൈഫിന് ഇവിടെ ഒരു അറ്റൻഷൻ കിട്ടണം, അവരുടെ പ്രോബ്ലം ഇവിടെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആളുടെ ഉള്ളില് കാലങ്ങളായി കിടക്കുന്നതല്ല, ഇത്രയും കാലം കൊച്ചിനെ വളർത്തി ഇത്രയും ഉണ്ടായിട്ട് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ള ആ ഒരു ഇമോഷനാണ്, ആ ഒരു ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, എനിക്കൊരു വാല്യൂ ഇല്ല എന്നുള്ള ഒരു തോട്ടിലാണ് ഈ ഫ്രസ്ട്രേഷനും ദേഷ്യവും അല്ലെ എല്ലാം കൂടെ അങ്ങ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത്. കാരണം ഒരു ഏജ് കഴിഞ്ഞ് മക്കളുടെ കാര്യങ്ങളൊക്കെ അവർ ഓൾമോസ്റ്റ് ചെയ്യും, അവരൊരു ഇൻഡിപെൻഡൻസിലേക്ക് പോകാൻ തുടങ്ങി അഡോളസൻസ് എന്ന് പറയുമ്പോഴേക്കും. അപ്പൊ ഈ ഹസ്ബൻഡ് ഒരു അറ്റൻഷൻ കൂടെ കിട്ടേണ്ട ഒരു സമയമായിട്ടുണ്ട്. വീണ്ടും ഇവരൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷനിലേക്ക് വരേണ്ട സമയമാണ്. അവിടെയാണ് ഹസ്ബൻഡ് കാര്യം മാത്രം എന്നുള്ള രീതിയിലേക്ക് വിത്ഡ്രോ ചെയ്ത് പോകുന്നത്. സോ ഇത് ഇങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് മിക്ക ഫാമിലീസിലുള്ള ഒരു ഇഷ്യൂ ആണ്. പ്രത്യേകിച്ചും പാരന്റിങ്ങിന്റെ കാര്യം വന്നപ്പോ ഒരാൾ ഇങ്ങനെ ആങ്ഷ്യസ് ആയി അതിന്റെ പുറകെ ആ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുത്തു പോകും, മറ്റേ പാർട്ണർ ഇങ്ങനെ വിത്ഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരും. ശരിക്കും ആ ഒരു ആങ്കർ, ആ ഫ്രസ്ട്രേഷൻ കുട്ടീനെ ഇവരൊരു മീഡിയേറ്റർ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടി തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും എന്താണ് കൂടുതൽ പ്രശ്നം ഇവർക്കിടയിലാണ്. അത് സോൾവ് ചെയ്യാതെ കുട്ടിയുടെ പ്രശ്നത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുക ഈ വ്യക്തിയുടെ ഇമോഷണൽ സൈക്കിളിലാണ്. ഇവിടെ അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആളുടെ ഒരു ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ, റെസ്പെക്ട് കിട്ടായ്മ എന്നുള്ളത്, ആ ഡീപ്പ് ഇമോഷൻസ് ആണ് ഇവിടെ ശരിക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം അവരെ ഫോക്കസ് ചെയ്യണം. പിന്നെ നമുക്ക് കൗൺസിലിംഗ് അതിന്റെ കൂടെ ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പാരന്റ്സിനും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ്. അവരുടെ ഒരു എന്താ പറയാ ഇമോഷണൽ ഇന്റിമസി ബെറ്റർ ആവാതെ ആ വീട്ടിലെ കോൺഫ്ലിക്റ്റ് എത്തിയില്ല. കുട്ടി എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, അഡോളസെന്റ് ഇല്ലേ, ഇവരുടെ കോൺഫ്ലിക്റ്റ് കുട്ടിക്ക് നല്ല സുഖമായി. അതൊരു റിയാലിറ്റിയാണ്. അതായത് അല്ല അച്ഛനും അമ്മയും വഴക്കുക, അത് നമ്മൾ അത്രയും നേരം കൂടെ അവള് ഫോൺ നോക്കിയിരിക്കും, അവര് തമ്മിൽ വഴക്കുക, അവര് തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്, അപ്പോഴല്ലേ ഞാൻ ഫോൺ നോക്കുന്നത്, ആ സമയത്ത് ഞാൻ എങ്ങനെ പഠിക്കും. അല്ല, കുട്ടിക്ക് ഒരു റീസൺ കിട്ടുകയാണ് അവിടെ പഠിക്കാതിരിക്കാൻ. അവിടെ ശരിക്കും റീസൺ ക്രിയേറ്റ് ചെയ്യുന്നത് പാരന്റ്സ് ആണ്. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ടാണോ ചോദിച്ചാൽ അല്ല, അവരുടെ ഒരു ഇമോഷണൽ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് വൾണറബിലിറ്റി അതാണ് അവിടെ എക്സ്പ്രസ് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, കേസ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം ഇതാണ്. നമ്മളൊരു കേസ് വരുമ്പോ ശരിക്കും ഇവിടെ നമ്മുടെ അടുത്ത് വന്നത് കപ്പിൾ കൗൺസിലിംഗ് ആണോ, അല്ല, ഒരു കുട്ടിയുടെ ഇഷ്യൂ ആയിട്ടാണോ. പക്ഷെ ശരിക്കും കുട്ടിയുടെ ഇഷ്യൂവിന് പുറകില് റീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാരന്റ്സ്. ഇവര് ഇതിൽ മാത്രമല്ല കോൺഫ്ലിക്റ്റ്, ഇവര് തമ്മിൽ പല പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം കുട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ ഓരോ ഘട്ടത്തിലും ഇവർക്ക് ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും ഇതേപോലെ. അതിന്റെയൊക്കെ കോർ റീസൺ കാലങ്ങളായിട്ട് ഇവർക്കിടയിലെ കോൺഫ്ലിക്റ്റിന്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് ഈ വൾണറബിലിറ്റീസ് ആണ്. ഓരോ കാലഘട്ടത്തും അത് ഓരോന്നായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇമോഷണൽ കണക്ഷൻ ഇവർക്കിടയിൽ കൊണ്ടുവരാണ്. രണ്ടുപേരും വളരെ ഇരുന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിപ്പിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പാർട്ട്നേഴ്സ്, ഇപ്പൊ ഈ ഒരു കേസിലല്ല, ഏതൊരു കേസിലാണെങ്കിലും പാർട്ട്നേഴ്സ് ഇരുന്ന് നമ്മുടെ മുന്നിൽ തന്നെ ഇരുന്ന് റോൾ പ്ലേസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ വൾണറബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു അണ്ടർ ഗൈഡൻസിൽ കൊടുക്കുക കേട്ടോ. നിങ്ങൾ പറയാണ് ഹോംവർക്ക് കൊടുത്തു വിടാന്ന് വിചാരിക്കും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 15 മിനിറ്റ് സമയം എടുത്തിട്ട് നിങ്ങളുടെ വിഷമമൊക്കെ നിങ്ങൾ പറയും, മറ്റേ വിഷമമൊക്കെ ഇങ്ങനെ പറയൂ എന്ന് പറയുമ്പോൾ അവര് തല്ലുകൂടിയിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം വരിക. കാരണം വീണ്ടും അവരുടെ ഇമോഷൻസ് ഹേർട്ട് ആവും, അവര് എസ്കലേറ്റ് പോകും. നമ്മള് ഹോംവർക്കായിട്ട് ഈ ഒരു വർക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാല് അത് നല്ല രീതിയിലല്ല, കൂടുതൽ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ മാക്സിമം നമ്മുടെ സെഷന്റെ ഉള്ളിൽ തന്നെ ആദ്യം അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഹോംവർക്ക് കൊടുത്തു വിടാം, വീട്ടിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ, പക്ഷെ അതിനേക്കാളൊക്കെ മുന്നേ അവർക്കൊരു ധാരണ വരണം
എവിടെയാണ് അവർ കോൺഫ്ലിക്റ്റ്, എവിടെയാണ് അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, ഏത് ടൈപ്പ് ഓഫ് ടോൺ ആണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത്, ഏതാണ് അവർ ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ വൾണറബിൾ ഫീലിങ്സ് ഷെയർ ചെയ്യാന്നുള്ളത് ഇനാക്ട്മെന്റ് എന്നാണ് നമ്മൾ പറയാ. ആ ഇനാക്ട്മെന്റ് നമ്മുടെ മുന്നിൽ വെച്ച് ചെയ്യും. ഡ്യൂറിങ് ദ സെഷൻ നമ്മൾ അത് ചെയ്യിക്കാറുള്ളതാണ്. നമ്മുടെ മുന്നിലിരുന്ന് അവർ സംസാരിക്കട്ടെ, ഒരാൾക്ക് പറയാനുള്ളത് മറ്റയാളെ ക്ഷമയോടെ കേൾക്കുക. നമ്മൾ ആദ്യമേ അവരെ ഇൻഫോം ചെയ്യും. അപ്പൊ നമ്മളും നിങ്ങൾ പരസ്പരം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാറ്. നമ്മൾ ഈ സൈക്കിളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം കേട്ടോ, ഒരാൾ പറയുന്ന സമയത്ത് മറ്റാൾ കയറി റിയാക്ട് ചെയ്യരുത്, ന്യായീകരിക്കാൻ ശ്രമിക്കരുത്, അതായത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കരുത്. എപ്പോഴും ഡിഫെൻഡ് ചെയ്യും. നിങ്ങൾ അന്ന് ചെയ്തിട്ടില്ലേ, ഇന്ന് ചെയ്തിട്ടില്ലേ, ഇതൊക്കെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ വരും. അപ്പൊ ഭാര്യ പറയണ ആള് പലപ്പോഴും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നൊരു സെന്റൻസ് ആണെന്ന് വെച്ചിരിക്കാം. അപ്പോഴേക്കും ഹസ്ബൻഡ് ട്രിഗർ ആയിട്ട് പറയും, ഞാൻ അന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടില്ല, എന്നിട്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ ചിലപ്പോൾ ഹസ്ബൻഡ് പറയും, ഇവിടെ വീട് നന്നായിട്ടല്ല നോക്കണം, മക്കളുടെ കാര്യങ്ങൾ. അപ്പൊ വൈഫ് ട്രിഗർ ആവും. വൈഫ് ഇങ്ങനെ പറയും, ഞാൻ കുട്ടിയുടെ കാര്യം നോക്കി, അത് നോക്കി, ഇത് നോക്കി. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ വേണം കൺട്രോൾ ചെയ്യാൻ. നമ്മൾ ആദ്യമേ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഇമോഷൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമോഷൻസിൽ ഫോക്കസ് ചെയ്യാൻ. അവരെന്താണോ പറയുന്നത് അത് ആ ഒരു എമ്പതിയോട് കൂടെ കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും റിയാക്ട് ചെയ്ത് ചിന്തിച്ച് മാത്രം റെസ്പോണ്ട് ചെയ്യാം. ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇൻ കേസ് അവരെങ്ങനെ എസ്കലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ ഒരു മിനിറ്റ്, ഇങ്ങനെയല്ലല്ലോ നമ്മൾ സംസാരിച്ചത്, ഇത് വഴക്കിടാനല്ല, നിങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ എന്ന് പറഞ്ഞ് അതിനെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിക്കുക. നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചീത്ത പറഞ്ഞിട്ടല്ല നിർത്തേണ്ടത്. ഈ ഒരു ടോണിൽ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് അവരെ അത് സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നതാണ്. ഓക്കെ, അപ്പൊ ഒരാൾ പറയുമ്പോൾ മറ്റാൾ കേട്ടിരിക്കുക, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. ആൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അവിടെ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവരെങ്ങാനും ഒരു നെഗറ്റീവ് വേയിലാണ് അത് റിയാക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇടയിൽ കയറി പറയും, അതങ്ങനെയല്ല, ഇതാണ് നിങ്ങളുടെ പാർട്ണർ ഉദ്ദേശിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് ചിന്തിച്ചു നോക്കൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വൈഫ് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ വൈഫ് പറയുന്നത് ഇങ്ങനെ പറയുന്നതിന് പകരം വൈഫിനോട് പറയാ എന്താണ് ചെയ്യാത്തത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ വൈഫ് പറയും, അപ്പൊ ആള് ജോലിക്ക് പോകേണ്ട ശരിയാണ്, പക്ഷെ വൈകിട്ട് വന്ന് ഈ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണ്ടേ ആസ് എ പാരന്റ് എന്നുള്ളത് ഞാൻ മാത്രം നോക്കിയാൽ മതിയോ കുട്ടികളുടെ. അപ്പൊ അതാണ് വൈഫിന് അവിടുത്തെ ആവശ്യം. അപ്പൊ മറ്റവർക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്നും ചെയ്യുന്നില്ല എന്നതിന് എക്സാക്ട്ലി എന്താണ് ചെയ്യാത്തത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവരോട് പറയുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നും ഒരാൾ പറയുന്നു, അതിന് മറ്റൊരാൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, ഇങ്ങനെ ഒരു ഗൈഡഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് പോവുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും റീസെന്റ് ഇഷ്യൂ എടുക്കുക, പഴയ ഇഷ്യൂസ് ഒക്കെ പിന്നെ സോൾവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുന്നത് റീസെന്റ് ഇഷ്യൂസിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉള്ള ഒരു അമ്മയും അച്ഛനുമാണ്. ഒരു കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അല്ലെ? ഇത്രയും വർഷത്തിനിടയ്ക്ക് 100 പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ റീസെന്റ് നടന്ന പ്രശ്നം ഇപ്പൊ കുട്ടിയുടെ വിഷയമാണ്, കുട്ടിയുടെ വിഷയം മാത്രം നമ്മൾ എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തോളാം. അപ്പൊ ഇവർക്ക് മനസ്സിലാവും എന്താ സംഭവിക്കണം ഓരോ അടുത്തും എന്നുള്ളത്. ഇങ്ങനെ അവരുടെ നീഡ്സ് ക്ലിയർ ആയിട്ട് ഇപ്പൊ വൈഫിനോട് ചോദിക്കാം, ശരി ഹസ്ബൻഡ് എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, എന്താണ് സമാധാനം കിട്ടുന്നത്, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. വൈഫ് പറയും, ഇങ്ങനെ മക്കളുടെ ഈ കാലത്ത് അച്ഛൻ പറഞ്ഞ അവള് കേൾക്കും, കാരണം അവര് എന്നെക്കാളും അച്ഛൻ പറയുന്ന ആളെ കേൾക്കുന്നത്. ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ പ്രശ്നം, ഇതാണ് സംഭവം. പക്ഷെ അതിനാണ് ഇവരിങ്ങനെ കാലങ്ങളായിട്ട് നാളുകളായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കും. സോ ആ ഒരു റിയേഷൻസ്, ഓക്കെ നിനക്ക് ഇത് ഓവർവെൽമിങ് ആവുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, ഞാൻ എന്തായാലും അവളോട് ശ്രദ്ധിക്കാം എന്നൊരു വാക്ക് അപ്പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നം അവിടെ സോൾവ്. സോ ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിവിടെ ഭയങ്കര എന്താ പറയാ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസിലേക്കോ അല്ലെങ്കിൽ കുറെ എക്സസൈസുകളിലേക്കോ വർക്ക്ഷീറ്റിലേക്കോ ഒന്നല്ല EFT പോവാം. EFT എപ്പോഴും ഇമോഷൻ എന്നുള്ള ഒരു സംഭവത്തിൽ മാത്രം. അതായത് നമ്മളെല്ലാ മനുഷ്യർക്കും പല രീതിയിൽ ഇമോഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ റീഅഷുറൻസ് കൊടുക്കുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, ഇമോഷൻസിൽ ഫോക്കസ് ചെയ്യുക. ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും തരത്തിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരസ്പരം ഒരു ക്ഷമ ചോദിക്കുക, ചെയ്യുന്ന കാര്യങ്ങളിൽ പരസ്പരം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, ചെയ്ത കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഇതൊക്കെയാണ്.
ട്രസ്റ്റ് വീണ്ടും ഡെവലപ്പ് ചെയ്യാവുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ഇമോഷൻസിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ പതിയെ നമ്മൾ ആ ഒരു പഴയ പാറ്റേൺ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു പാറ്റേണിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവ് മൊമെന്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി, എന്നോട് പറയുന്നു വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യാറ്, ഡെയിലി ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും ആഴ്ചയില് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഉണ്ടോ, അങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളത് ഒന്ന് സ്വയം ആലോചിക്കാം. തിരിച്ചും ലൈഫ് നിങ്ങളെ ചെയ്യുന്നതും നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നതും ഒക്കെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പലപ്പോഴും പല ഫാമിലീസിലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടാണ് വലിയ വലിയ പ്രശ്നങ്ങളിൽ പോയി നിൽക്കുന്നത്. ഒരു ബിറ്റ് സോറി, ത്രോട്ട് ഏതായതാണ് മാം ഒരു നമ്മൾ ഡൗട്ട് പറഞ്ഞ പോലെ. ചോദിച്ചോട്ടെ? ചോദിച്ചു. ഇപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കുന്ന ഒരു കപ്പിൾസ് ആണെങ്കിൽ അവര് ഇപ്പം റീസെന്റ് ഉണ്ടായ ഇഷ്യൂ പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്തു, പക്ഷെ അതിൽ ഒരു പാർട്ട്ണർ മുന്നേ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ വീണ്ടും മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം? ഭയങ്കര ഡീപ്പ് നെഗറ്റീവ് തോട്ട്സ് ട്രോമ ഉണ്ടെങ്കിൽ നമ്മൾ CBTയിലേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ഒരു ഇന്ററാക്ഷൻ സൈക്കിളിനെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കുന്നത്, സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ പറയുന്നത്. ഈ ഒരു സൈക്കിളാണ് പ്രശ്നം, അത് നിങ്ങളുടെ ഈ ഒരു കോൺഫ്ലിക്റ്റിലല്ല മുന്നിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞതിലേക്കാണ് എന്നുള്ളതിൽ കൊണ്ടുവരാം. ദെൻ ഇവർക്ക് നമുക്ക് ഹോംവർക്കുകൾ കൊടുത്തുവിടും. അപ്പൊ ആദ്യത്തെ കുറച്ച് സെഷൻസ് കംപ്ലീറ്റ്ലി ഡ്യൂറിങ് ദ സെഷൻ ആണ് നമ്മൾ ചെയ്യുക. അതിൻ്റെ ഒപ്പം പിന്നെ നമ്മൾ ഹോംവർക്ക് കൊടുത്തുവിടും. അതാണ് സ്ട്രെങ്ത് ആൻഡ് ദ ബോണ്ട് എന്നുള്ള ഒരു സെക്ഷൻ. ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ നീഡ്സ് മനസ്സിലാവുമല്ലോ ഓരോ കപ്പിൾസിന്റെയും. അപ്പൊ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കും. ഇപ്പൊ ഫോൺ ഇല്ലാതെ ഒന്നിച്ച് ഡിന്നർ കഴിക്കുക, ഒന്നിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക. ആദ്യം കുറെ മെക്കാനിക്കൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കാരണം നമ്മൾ ഇതൊന്നും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എത്ര പേര് ഒരു സാധനം എടുത്തിരുമ്പോ ജസ്റ്റ് ഒരു താങ്ക്സ്, അത് ഭയങ്കര ഫോർമൽ ആയിട്ടല്ല അല്ലെ നമ്മള് അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് തുറന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നമ്മളത് കണ്ട് വളർന്നിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സൊസൈറ്റി അല്ല അധികം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ, പുതിയ ഇന്ററാക്ഷൻ പാറ്റേൺസ് അവർക്കിടയിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ അവരുടെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ പതിയെ ഈ പഴയ കാര്യങ്ങൾ വരും. അത് ഒരു രീതി എന്ന് പറയുന്നത്. ഇതിനൊപ്പം വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അത് അവരെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റഡ് തോട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ തോട്ട്സ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് CBT കൊടുക്കാൻ പറ്റും. നമുക്ക് EFT ഒറ്റയ്ക്ക് യൂസ് ചെയ്യണം എന്നല്ല പറയുന്നത്, നമ്മളെപ്പോഴും ഇന്റഗ്രേറ്റീവ് മെത്തേഡ് ആണല്ലോ ഇപ്പൊ പോകുന്നത്. അതായത് ഒരു കപ്പിൾ വന്നു കഴിഞ്ഞാൽ ഒരു തെറാപ്പി എന്നുള്ളത് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യാറേ ഇല്ല, കാരണം പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും ഇഷ്യൂസ് എടുത്ത് അതിന് യോജിച്ച തെറാപ്പീസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ കൂടുതൽ ഇമോഷണൽ ഇഷ്യൂസ് ആണെങ്കിൽ ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി നമ്മൾ യൂസ് ചെയ്യും. അവർക്ക് കുറെ മാലഡാപ്റ്റീവ് സ്കീമാസ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ട്രോമാസ് ഉണ്ടെങ്കിൽ CBTയും ട്രോമ ഫോക്കസ്ഡ് CBTയിലേക്കും നമ്മൾ പോകുന്നുണ്ട്. അതും നമ്മൾ ഇതിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യും. രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ അത് ക്ലിയർ ആയ. ഓക്കെ മാം, താങ്ക് യു. മാം ഒരു ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മാം പറഞ്ഞല്ലോ, ഇപ്പൊ ഇതേപോലെ ഒരു മൊബൈൽ അഡിക്ഷന്റെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് കാണുന്നതാണിത്. അപ്പം ഇതേപോലെ നമ്മള് മനസ്സിലാവുന്നത് കപ്പിൾസ് തമ്മിലുള്ള പ്രോബ്ലംസ് ആണ് മെയിൻ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു തെറാപ്പി കൊടുക്കുന്ന സമയത്ത് ഈ രണ്ടുപേരെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒന്നിച്ചിരുത്തിയിട്ടാണോ അത് സെപ്പറേറ്റ് ആയിട്ടാണോ ചെയ്യേണ്ടത്? കൗൺസിലിംഗ് ഒന്നിച്ചിരുത്തിയിട്ടാണ്, പക്ഷെ നമുക്ക് അവരെ സെപ്പറേറ്റ് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു നീഡ് ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കേൾക്കണം. പക്ഷെ രണ്ടുപേരും ഉണ്ടെങ്കിലാണ് നമുക്കിപ്പോ നമ്മൾ പറഞ്ഞേ നമ്മുടെ മുന്നിലിരുത്തി ആ ഒരു ഇഷ്യൂ നമ്മളെ സംസാരിച്ച് ഗൈഡ് ചെയ്യണം, റോൾ പ്ലേ കൊടുക്കണം. രണ്ടുപേരില്ലാതെ ഒരാളെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ അല്ല, പറ്റില്ല. ബിക്കോസ് ഇപ്പോ വൈഫാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്, ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് തീരെ കെയർ ഇല്ല, ഉള്ള മകളെ പ്രൊട്ടക്ഷൻ ആണ്.
മൊബൈൽ യൂസിന് അങ്ങനെയൊക്കെയുള്ള കേസ് വരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും അപ്പം വൈഫിനാണ് ഇതുള്ളത്, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഒരേ സമയത്ത് ഇരുത്തി കേൾക്കുമ്പോൾ അവർ തമ്മിലൊരു അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വീണ്ടും വരാൻ അങ്ങനെ ചാൻസ് അതാ ഉണ്ടാവുമോ? പറഞ്ഞെ, അവര് ഇത് മുന്നിൽ ഇരുന്നിട്ടാണ് ഈ രണ്ടുപേരും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. ആ നമ്മുടെ മുന്നിൽ ഇരുന്ന് ഇവര് തല്ലുകൂടും. അപ്പൊ നമ്മൾ കയറി ഇന്ററാക്ട് ചെയ്യും. നമ്മൾ പറയും, നിങ്ങൾ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനാണോ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കുള്ള നീഡ് എന്താ ചോദിക്കും. അപ്പൊ അവര് രണ്ടുപേരുടെ ആവശ്യം, വൈഫിന്റെ ആവശ്യം മകളുടെ ഫോൺ അഡിക്ഷൻ നിൽക്കണം, അല്ല അച്ഛനാണ്. അച്ഛന്റെ ആവശ്യം എന്ന് പറയുന്നത് വൈകിട്ട് വീട്ടിൽ കയറി വരുമ്പോ ഇവര് തമ്മിലുള്ള വഴക്ക് കാണാൻ പാടില്ല. ഇതാണ് അച്ഛന്റെ ആവശ്യം. രണ്ടുപേരുടെയും നീഡ് നമ്മൾ ആദ്യം ചോദിച്ച് ക്ലാരിറ്റി വരുത്തും. അപ്പൊ അവര് മിണ്ടാതിരിക്കും കുറച്ചു നേരം. അപ്പൊ ഞാൻ പറയും, ഓക്കെ, ഇത് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടിയുടെ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ തമ്മിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളെ അണ്ടർടേക്ക് ചെയ്യേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടി ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, കുട്ടീനെ നമ്മൾ പുറത്തിരുത്തിട്ട് വേണേൽ പറയാൻ. കാരണം കുട്ടിയെ ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യുന്നതായിട്ട് ആ കുട്ടിക്ക് തോന്നരുത്. കാരണം അവര് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്, അത് വേറൊരു സൈഡിൽ നമ്മൾ കൊടുക്കും. പക്ഷെ ഇവിടെ കപ്പിൾസിലോട്ട് വരുമ്പോഴേക്കും അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്കിടയിലുള്ള ഒരു ഇന്ററാക്ഷൻ കുറയ്ക്കണം. ഇല്ലെങ്കിൽ ഈ ഇന്ററാക്ഷൻ കൊണ്ട് വീണ്ടും കുട്ടിയുടെ ഒരു ക്യാരക്ടറിലോട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളത് ഒരു സൈക്കോ എഡ്യൂക്കേറ്റീവ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കിടയിലെ കോൺഫ്ലിക്റ്റ് സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് കുട്ടീനെയും കുട്ടിയുടെ ഫ്യൂച്ചറിനെയും എത്രത്തോളം അഫക്ട് ചെയ്യുന്നത്. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനോ നമ്മുടെ ബോർഡ് പറഞ്ഞ് ആദ്യം അവര് എത്ര കൺവിൻസ്ഡ് ആവുമൊന്നുമില്ല. ഞങ്ങൾ കുട്ടിയുടെ പ്രശ്നം തീർക്കാനല്ലേ വന്നേ ചോദിക്കും. പക്ഷെ ആ കുട്ടിയുടെ പ്രശ്നം തീരണമെങ്കിൽ ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ആ രീതിയിലോട്ട് അവരെ മനസ്സിലാക്കുക. കുറച്ച് കഴിഞ്ഞ് നമ്മളായിട്ട് സംസാരിച്ച് ആ ഒരു ഇൻസൈറ്റ് കിട്ടി തുടങ്ങുമ്പോൾ ഓക്കെ, അവർക്ക് ധാരണയാവും ഇത് ശരിക്കും ഞങ്ങള് കുട്ടീനെ ഇടയിൽ പിടിച്ചിട്ടതാണ്, കുട്ടി ഒരു കാരണമുണ്ട്, അത് ഞങ്ങളുടെ ഒരു കോൺഫ്ലിക്റ്റിനെ കുറെ കൂടി ഇഷ്യൂ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് അവർ ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ മുന്നിൽ ഇരുന്ന് എസ്കലേറ്റഡ് ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെ വേണം. കുറച്ച് നല്ല നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കപ്പിൾ കൗൺസിലിങ്ങിലോട്ട് വരുമ്പോൾ. അത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് രണ്ട് സൈഡിൽ ഇരുന്നിട്ട് പിന്നെ നമുക്ക് മാം ഇത് കേൾക്കൂ, ഇങ്ങനെയാണ് ഇന്ന് ഇപ്പുറത്തുനിന്ന് പറയും മറ്റേയാള് ഇങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെയല്ല വീട്ടില് സംസാരിക്കണം. ഞാൻ ഓൺലൈൻ കൗൺസിലിംഗ് എടുത്ത സമയത്ത് രണ്ടുപേരും രണ്ട് ഫോണിൽ കയറിയിരിക്കുന്നത്. ഇവിടുന്ന് പുള്ളിക്കാരി പറയുന്നതിന് അപ്പുറത്തുനിന്ന് അപ്പോഴേക്ക് ആളെ പറയാൻ സമ്മതിക്കില്ല, അപ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് വരും. ഞാൻ പറയും ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഒരാളെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്താൾക്ക് സംസാരിക്കും. രണ്ടുപേരുടെ ഇമോഷണൽ മനസ്സിലായി, എക്സ്പ്ലനേഷൻ പറയാനുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ ഒരാൾ പറഞ്ഞ് എൻഡ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഡിസ്കസ്. ഞാൻ പറയും എന്തായാലും പറയാം എൻഡ് ചെയ്തുകൊണ്ട് ഞാൻ വേഗം കിടത്തിരിക്കും. എന്നിട്ട് പറയൂ എന്താ പറയാനുള്ളത്, എന്നർത്ഥം എന്താ പറയാൻ വന്നത്. ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഇവരുണ്ടല്ലോ നമ്മുടെ മുന്നിൽ നിന്ന് ഇവര് തമ്മിൽ അടിയാവും. നമ്മൾ രണ്ടുപേരെയും കേൾക്കണം, രണ്ടുപേർക്കും പറയാനുള്ള സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ്. ഓൺലൈൻ കൗൺസിലിംഗ് ആണെങ്കിലും അത് ഓഫ്ലൈൻ കൗൺസിലിംഗ് ആണെങ്കിലും കപ്പിൾസിന്റെ ഇടയിൽ ഉറപ്പാണ് അവര് എങ്ങനെയാണോ വീട്ടിൽ തല്ലുകൂടുന്നത് ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര പൊളൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ആദ്യം കുറച്ചു നേരം ഇവർ രണ്ടുപേരും സംസാരിച്ചപ്പോ ഇങ്ങനെ ചുരുക്കിടയിൽ എന്താ പ്രശ്നം, എന്തൊരു പൊളൈറ്റ്നെസ് എന്ന് വെച്ചാൽ അവര് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആദ്യം ഭയങ്കര പൊളൈറ്റ്. കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോ ഇവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ, ആങ്കർ, ഇമോഷൻ ഇതൊക്കെ ഇങ്ങനെ തനിയെ പുറത്തു വരും. കാരണം ഇവരെ മറ്റേ പറയുന്നത് മറ്റേ പാർട്ണർ ട്രിഗർ ചെയ്യിക്കും, ഇത് തനിയെ പുറത്തു വരും. ഇവിടെ കപ്പിൾ കൗൺസിലിംഗ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനല്ലാതെ ഇരുന്നിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട് മാം. ഇതല്ലേ സംഭവിക്കാറ്, ഉം. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ അടുത്ത് അവർ ആദ്യം വരുമ്പോ വളരെ പൊളൈറ്റ് ആയിട്ടായിരിക്കും സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ കപ്പിൾസ് കുറച്ച് ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം അവർ കുറെ കാലമായിട്ട് ഇതേ പാറ്റേണിലാണ്. ആദ്യം ഒരു പുറത്ത് വന്നതിന്റെ ഒരു ഇതിൽ ഇവരിങ്ങനെ കുറച്ച് കൺട്രോൾഡ് ആയിട്ട് നിൽക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരുടെ റിയൽ ഇഷ്യൂ പുറത്തു വരും. ഇത് വരണം. ആക്ച്വലി ഞാൻ മുന്നൊരു നമ്മുടെ നിംഹാൻസിൽ വർക്ക് ചെയ്ത ഒരു സാറിന് ഉണ്ടാക്കില്ല കുറച്ചുകൂടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോണത്. അപ്പൊ പുള്ളി പറഞ്ഞാണ് ചിലവർ തല്ലുകൂടില്ല, തല്ല് കൂടാത്തതാണ് പ്രശ്നം, അവര് തല്ല് കൂടിക്കണം എന്ന്. പുള്ളി തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും അത് ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവര് നമ്മുടെ മുന്നിൽ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം ഓക്കെ ഇതാണ് റിയാലിറ്റി. ഇവര് ഭയങ്കര പൊളൈറ്റ് ആയിട്ട് ഇങ്ങനെയാണ്, എനിക്ക് അറിയാം അത് അവിടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഇത് ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ മറ്റേ തന്നെ തെറ്റ് ഏറ്റെടുക്കും, എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മാം, പക്ഷെ ആ സമയത്ത് എനിക്ക് കണ്ടു. ഇവര് ഇങ്ങനെ ന്യായീകരിച്ച് നമ്മളോട് സംസാരിക്കുമ്പോ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പുറത്തു വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും ശരിക്കും ഇവര് തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ഷൻ വന്നത്.
അവരുടെ ആ ഒരു ട്രിഗർ ആവുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലേ നമുക്ക് ഈ പാറ്റേൺ അറിയുള്ളൂ. ഇവര് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഭയങ്കര കൈകണ. എന്നെ ഇപ്പൊ നേരത്തെ വിളിച്ച കേസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ് ആദ്യം വിളിച്ചത്. ഹസ്ബൻഡാണ് കൗൺസിലിംഗിന് അവരെ സൈക്യാട്രിയിൽ നിന്ന് റെഫർ ചെയ്തിട്ട് എന്റെ അടുത്ത് വന്നതാണ് കേട്ടോ. ആള് സൈക്യാട്രിക് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സൈക്യാട്രിസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നമ്പർ കൊടുത്തിട്ട് അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്താണ്. അപ്പൊ ഇവിടെ ഹസ്ബൻഡ് വന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ എല്ലാ തെറ്റും ഏറ്റു പറയുന്ന ഒരു ടൈപ്പാണ്. ഞാൻ അവളെ കുറെ ടോർച്ചർ ചെയ്തിട്ടുണ്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാന്നൊക്കെ എനിക്കറിയാം. ഇങ്ങനെ അങ്ങനെ ഫുൾ ഇത്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇയാൾക്ക് എങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ തുടർന്ന് പോവാനാണ് ഇയാൾക്ക് ആഗ്രഹം. അതുകൊണ്ടാണല്ലോ ഇയാൾ ഇതെല്ലാം ഏറ്റെടുത്ത് പറയുന്നത്. ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഇമ്പാക്ട്. അന്ന് വൈഫ് വന്നില്ല. ഓൺലൈൻ കൗൺസിലിംഗ് ആയിരുന്നു. വൈഫ് അറ്റൻഡ് ചെയ്തില്ല. വൈഫ് വർക്കുണ്ടായിരുന്നു പറഞ്ഞിട്ട് ജോയിൻ ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വൈഫിന്റെ സൈഡ് കേൾക്കാതെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്നാണ് നിങ്ങൾക്ക് പറ്റാന്ന് ചോദിച്ചപ്പോ ഒരു വർക്കിംഗ് അത് ഒരു സൺഡേ വന്നു. നെക്സ്റ്റ് സൺഡേ തന്നെ ഞാൻ സെഷൻ വെച്ചു. വൈഫിന്റെ ഒറ്റയ്ക്കാണ് ഞാൻ കേട്ടത്. ആദ്യം കുറച്ചു നേരം വൈഫിനെ ഒറ്റയ്ക്ക് കേട്ടത്, പിന്നെ ഹസ്ബൻഡ് ജോയിൻ ചെയ്യാണ് ചെയ്തത്. ഈ വൈഫിനെ കേട്ടപ്പോ വൈഫ് ഇങ്ങനെ കുറെ കഥകൾ പറഞ്ഞു. ഇതൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. കാരണം എല്ലാ തെറ്റും ആളേറ്റ് പറഞ്ഞത്. ഭയങ്കര സംശയ രോഗമാണ് പുള്ളിക്ക്. പാരനോയിഡ് പേഴ്സണാലിറ്റിയാണ്. നമുക്ക് ആള് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അയാൾക്ക് പാരനോയിഡ് പേഴ്സണാലിറ്റി ആണ്. ഭയങ്കര സംശയരോഗമാണ്. വൈഫ് വൈകി കഴിഞ്ഞാൽ നേരത്തെ എത്തിയാലും പ്രശ്നം. നീ എന്തിനാ നേരത്തെ ഇറങ്ങിയത്? നീ എവിടെയെങ്കിലും പോയിട്ട് ഓഫീസിൽ പോകാതെ നേരത്തെ വന്നാണോ? വൈഫിനൊരു കുഞ്ഞു കൊച്ചുണ്ട്. ആ കൊച്ചുള്ളത് കൊണ്ട് ചില സമയത്തൊക്കെ ഓഫീസിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ചെറിയ പാല് കൊടുക്കുന്ന വെച്ചാൽ അപ്പൊ ഓടി വരുന്ന ആളാണ്. പക്ഷെ അപ്പോഴേക്കും ഇത് ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെയാണ് അവർക്കിടയിൽ. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചെത്തപ്പുണ്ടല്ലോ, എന്താ പറയാ, വൈഫ് ഇങ്ങനെ പറയാണ്. വൈഫിനോട് ഞാൻ ചോദിച്ചപ്പോ വൈഫിനോട് സെപ്പറേറ്റ് ചോദിച്ച സമയത്ത് വൈഫ് പറഞ്ഞു എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞു ആള് പറഞ്ഞത് വെച്ച് ഇങ്ങനൊരു പാരനോയിഡ്, പുള്ളിക്കാരി സൈക്കോളജി പഠിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നുണ്ടോ ആൾക്ക് പാരനോയിയാണ്, പാരനോയിഡ് പേഴ്സണാലിറ്റി ആളുടെ ഇതിലുണ്ട്. നിങ്ങളോട് ഒരു മൊമെന്റിൽ ആൾ കുറച്ച് മാനിപ്പുലേറ്റീവ് ആണ്. കുറച്ച് സമയത്ത് ഭയങ്കര സ്നേഹം കാണിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് റിപ്പീറ്റഡ് ആട്ടെ, ഇതിൽ ഒരു മാറ്റമില്ല. നിങ്ങൾ എന്താ ഈ റിലേഷൻ ഇവര് ഡിവോഴ്സിന് ട്രൈ ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതും ഹസ്ബൻഡ് പറഞ്ഞത്. ഇപ്പോഴൊക്കെ ഹസ്ബൻഡ് ഇത് പറയുന്ന കേട്ടാൽ നമ്മൾ അവിടെ വിശ്വസിക്കും ആൾക്ക് റിലേഷൻഷിപ്പ് വേണം. അപ്പൊ വൈഫിനോട് ചോദിച്ചു പറഞ്ഞു എനിക്കറിയാം മാം ഇങ്ങനെയൊക്കെ ആണെന്ന്, പക്ഷെ എനിക്കിത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തരാൻ പറ്റും. എനിക്കറിയാം ഇതിന് മരുന്നില്ല, അതൊക്കെ അറിയാം, പക്ഷെ എനിക്കിത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. എനിക്കൊരു കൊച്ചുള്ളതല്ലേ. ഒരു മോനിപ്പോ കുറച്ചും കൂടി വലുതായിട്ടോ. ആ തുടക്കത്തില് കുഞ്ഞു കുട്ടിയാണ്, കുറച്ചും കൂടി വലുതായി സ്കൂളിൽ പോകുന്ന ഒരു ഏജ് എത്തിയിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷമായപ്പോഴേക്കും. അപ്പോ അവന്റെ ഒരു കാര്യം, അവന് 2 പാരന്റ്സും വേണം എന്നാണ് എന്റെ ഒരു ഇത്. മാനേജബിൾ ആണെങ്കിൽ അങ്ങനെ നോക്കാം നമുക്ക്. ഞാൻ എത്ര സെഷൻ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഇതായിരുന്നു വൈഫിന്റെ നടന്നത് ഈ കേസിൽ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഹസ്ബൻഡ് വൈഫും വന്നു. ഹസ്ബൻഡ് വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്തു ഈ സൈക്കിളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഹസ്ബൻഡ് അതിന് ഇഷ്ടപ്പെട്ടില്ല. ഹസ്ബൻഡ് പെട്ടെന്ന് ഇങ്ങനെ വൈഫ് എന്തോ അവിടുന്ന് ഇങ്ങനെ ഞാൻ ഹസ്ബൻഡ് ചോദിച്ചു നാം ചോദിക്കും ഇവിടെ എന്നെ വിളിക്കാറില്ല. അപ്പൊ വൈഫ് വേറെ അടുത്താണ് ജോലി ചെയ്യുന്നത് കേട്ടോ, ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്നെ വിളിക്കാറില്ല. ഇവിടെ വേറെ ആരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ വിളിക്കാറ്. ഇത്തിരി മുന്നേ കുറ്റവും തെറ്റും ഒക്കെ ഏറ്റെടുത്ത് പറഞ്ഞ ഈ വ്യക്തി വൈഫിനെ കണ്ടതും ആൾ ആദ്യം പറഞ്ഞ സെന്റൻസ് ഇതാ, മാം ചോദിക്കും എന്നെ എന്താ വിളിക്കാത്തത്. ഇവൾക്ക് അവിടെ ജോലി ചെയ്തിരുന്നാൽ മതി, കൊച്ചിനെ പറ്റി ഓർക്കുന്നുണ്ട്. പാവം പുള്ളിക്കാരിക്ക് ഇപ്പോഴും അവര് ട്രാൻസ്ഫറിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ട്രാൻസ്ഫർ ആയി പോയതാണ്, കുറച്ച് മാസേ ആയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും നാട്ടിൽ വരാനുള്ള എല്ലാ വഴിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാലറി കുറഞ്ഞാലും കുഴപ്പമില്ല, കൊച്ചിന്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ അപ്പുറത്ത്. ഹസ്ബൻഡ് ആദ്യം വന്നിട്ട് ചോദിച്ചു ചോദ്യം. അപ്പൊ കണ്ടില്ലേ, നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കുമ്പോ രണ്ടുപേരും എന്തെല്ലാം ആൾക്കാരെ ആളുടെ എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞിട്ടുള്ളത്. വൈഫ് ഇത്രയും ഇതായിട്ട് വരും. അപ്പോഴേക്കും വൈഫ് അവിടെ ആകെ ഡൗൺ ആയി. ആളിങ്ങനെ കത്തിക്കയറി വന്നപ്പോ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വൈഫ് കംപ്ലീറ്റ് സൈലന്റ്. അവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ് ഇങ്ങനെ എന്നെ വിളിക്കുന്നില്ല, കൊച്ചിനെ വിളിക്കുന്നില്ല. വൈഫ് ഇങ്ങനെ നോക്കി ഇങ്ങനെ സ്റ്റക്കായ പോലെ ഇരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാം അങ്ങനെയൊന്നും അല്ല, ഞാൻ കൊച്ചിനെ വിളിക്കാറുണ്ട്, മാം വേണമെങ്കിൽ ആളുടെ നാത്തൂൻ വഴിയാണ് വിളിക്കുക. കാരണം ഞാൻ വിളിക്കുമ്പോഴൊക്കെ കൊച്ചിന്റെ മുന്നിൽ വെച്ചിട്ട് നീ ആരുടെ കൂടെയാ, എന്താ ഇത്ര ലേറ്റ് ആയി വിളിക്കാന്നൊക്കെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഇയാളുള്ള സമയത്ത് ഞാൻ ഇപ്പൊ വിളിക്കാറില്ല. ഞാൻ എന്റെ നാത്തൂനെ വിളിച്ച് ചോദിച്ചിട്ട് ആളില്ലാത്ത സമയം നോക്കിയിട്ടാണ് എന്റെ കുട്ടീനെ വിളിക്കുന്നത്.
കണ്ടോ? ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് കേട്ടാനുള്ള പ്രശ്നം എന്താന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ ഇവരുടെ സൈഡ്, ഇവരുടെ ന്യായീകരണങ്ങളൊക്കെ പറയും. നമ്മൾ ഒന്നിച്ചിരുത്തുമ്പോഴാണ് ശരിക്കുമുള്ള പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കണം രണ്ടുപേരെയും. പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഡിസ്കസ് ചെയ്യുമ്പോൾ, റോൾ പ്ലേ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടായിരിക്കണം. എന്നാലേ അവരുടെ ആ സൈക്കിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് എൻ്റെ പറഞ്ഞാണ്, ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് വേണം, എനിക്ക് തുറന്നു പോകാൻ താല്പര്യമില്ല. വൈഫ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സെഷന് വന്നു, പക്ഷെ ഹസ്ബൻഡ് വന്നില്ല. എനിക്ക് ഉറപ്പായിരുന്നു പുള്ളി വരില്ല. ആള് ആ സൈക്കാട്രിസ്റ്റ് ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം. ഒന്നാമത് പാരനോഡ് പേഴ്സണാലിറ്റിയാണ്. പാരനോഡ് പേഴ്സണാലിറ്റിയിൽ ആളുകൾക്ക് ഒരാളെയും ട്രസ്റ്റ് ഉണ്ടാവില്ല, എന്നെയും ട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു സൈക്കോളജിസ്റ്റും ട്രസ്റ്റ് ഉണ്ടാവില്ല. അവർ ആ സൈക്കാട്രിക് മെഡിക്കേഷൻ ആളുടെ മൂന്നാമത്തെ സൈക്കോളജിസ്റ്റ് ആണ്. ഇവർ ഇത് തന്നെയാണ് പണി. സൈക്കാട്രിക്കിൽ പറയും, അവർ റെഫർ ചെയ്യുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എടുത്ത് പോകും, അവിടെ എൻഡ് ചെയ്തിട്ട് വരും, ആ സെഷൻ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഇവർക്ക് കോൺഫ്ലിക്റ്റ് കൂടുമ്പോൾ ഒരു വീണ്ടും പോകും, റിപ്പീറ്റ് ചെയ്യും. അവർക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല, അവർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതേ ഇഷ്യൂ ആണ് വൈഫിന്റെ അടുത്തുള്ളത്. ഇപ്പൊ മറ്റേ ചോദിച്ച ചോദ്യത്തിന് മനസ്സിലായില്ലേ, നമ്മൾ സെപ്പറേറ്റ് ഇരുത്തിയുള്ള പ്രശ്നം ഇതാണ്. നമ്മൾ ആദ്യം ആ ഹസ്ബൻഡിന്റെ കാര്യം കേൾക്കുമ്പോൾ ആളെല്ലാ തെറ്റും അഡ്മിറ്റ് ചെയ്ത് മാറാൻ തയ്യാറായി കൗൺസിലിംഗ് എടുക്കാൻ വന്ന് ഭാര്യയും കുട്ടിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായിട്ടാണ് എന്റെ മുന്നിൽ ആദ്യം പ്രസന്റ് ചെയ്തത്. എന്നാൽ വൈഫിനെ കണ്ട മൊമെന്റിൽ ആളുടെ കംപ്ലീറ്റ് പാറ്റേൺ ആണ്. അതാണ് നമ്മൾ അവരെ ഒന്നിച്ചിരുന്ന അവരുടെ കോൺഫ്ലിക്റ്റ് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും അവരുടെ ലൈഫിൽ എന്താണെന്നാണ് പറഞ്ഞത്. ഒന്നിച്ചിരുത്തി തന്നെ നിങ്ങൾ റോൾ പ്ലേസ് കൊടുക്കണം. ഓക്കെ മാം, ഇതിൽ താങ്ക് പാരനോട്ട് പേഴ്സണാലിറ്റിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ ആ വൈഫിനോട് പ്രോപ്പർ ആയിട്ട് കൗൺസിലിംഗ് എടുക്കാൻ പറയാം. കാരണം എന്താ വെച്ചാൽ അവര് ഭയങ്കര ട്രോമയാണ്. ഇതൊന്നും അല്ല, ഒരു നൂറ് പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ട് കുഞ്ഞിന് അത് അഫക്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന് ശരിക്കും അച്ഛനെ പേടിയാണ്. ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഷൗട്ട് ചെയ്ത് ചുറ്റുന്നുണ്ട്. അപ്പൊ ആളുടെ വിചാരം എന്താണ്, വൈഫ് ഇങ്ങനെ അകറ്റാണ് കൊച്ചിനെ. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ്. അപ്പൊ ആ കുട്ടിയോട് ആ ഫ്രസ്ട്രേഷൻ കയറി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കുട്ടിക്കും അമ്മയ്ക്കും പ്രോപ്പർ കെയർ ആണ് ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കപ്പിൾ കൗൺസിലിംഗ് നടക്കില്ല. പാരനോഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അവിടെ നമ്മൾ ഇമോഷൻ ഫോക്സ്ഡ് തെറാപ്പി കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല, ഒരു വരില്ല. അവർ വന്നാൽ നമുക്ക് ശരിയായിട്ടും കുറച്ച് CBTയും മെഡിക്കേഷനും ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറയാം. പക്ഷെ അവര് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ഉം. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവര് വൈഫ് കുറച്ച് ട്രോമ ഒക്കെ ഉള്ള, ചൈൽഡ്ഹുഡ് ട്രോമ ഒക്കെ ഉള്ള ആളാണ്. അവരുടെ ഇടയിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇഷ്ടമാണ്. പക്ഷെ രണ്ടുപേരും ലവ് എക്സ്പ്രസ് ചെയ്യുന്ന വേസിൽ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം വൈഫിന് ഒന്നും കൂടി നന്നായി എക്സ്പ്രസ് ചെയ്യണം, ലൈക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ റീൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് ഷോ ചെയ്യണം എന്നുള്ള ഒരാളാണ്. ഹസ്ബൻഡ് അതിൽ തീരെ ഇൻട്രസ്റ്റഡ് അല്ല, പക്ഷെ ആൾക്ക് ഇഷ്ടമാണ്. രണ്ടുപേരും തമ്മിൽ ഇപ്പം ഇമോഷണലി തീരെ രണ്ടുപേരും രണ്ടു വഴിക്ക് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അവരുടെ ഇടയിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. അവർ രണ്ടുപേരായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ വൈഫിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കുറെ ട്രോമകളും കാര്യങ്ങളൊക്കെ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷെ ഇവർക്ക് കൗൺസിലിങ്ങിന് വരാന്ന് പറയുമ്പോൾ വൈഫ് റെഡിയാണ്, ഹസ്ബൻഡ് റെഡി അല്ല. അപ്പം ഇതിൽ വൈഫിന് മാത്രം ഒരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാല് ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങള് ഇല്ല. ഈ കേസിലെ വൈഫിന് ട്രോമ ഉണ്ട് എന്നുള്ളത് ഹസ്ബൻഡ് മനസ്സിലാക്കണം. വൈഫിന് ഉറപ്പായിട്ടും ട്രോമയുടെ കൗൺസിലിംഗ് വേറെ കൊടുക്കണം. ആളുടെ ട്രോമ ഹീൽ ചെയ്യാനുള്ള ട്രോമ ഫോക്കസ്ഡ് തെറാപ്പീസ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അത് ഒരു സൈഡ്. ആസ് എ കപ്പിൾ അവരുടെ കോൺഫ്ലിക്റ്റ് തീർന്നെങ്കിൽ ഹസ്ബൻഡ് ഇതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ആളെ ഫുൾ സെഷൻ അറ്റൻഡ് ചെയ്യാന്നുള്ളതിന് അപ്പുറത്തേക്ക് വൈഫിന് ട്രോമ ഉണ്ടെന്നും അതുണ്ട്. റീല് ചെയ്യണം നമുക്ക് ഒരിക്കലും ആളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ആളുകളും പ്രൈവറ്റ് പേഴ്സൺ. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം ഫോട്ടോസ് ഒന്നിച്ച് എടുക്കുന്ന ഒരാളാണ്. പക്ഷെ എടുക്കാറുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കുന്ന ഒരാളല്ല ഞാൻ. ആള് പോസ്റ്റ് ചെയ്യാറേ ഇല്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോ ഞങ്ങളുടെ വല്ല വിഷൊക്കെ അവന് അയച്ചിട്ട് കഴിഞ്ഞാല് അവന് ചിലപ്പോ 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് നോക്കുന്നത്. അത്രയും സോഷ്യൽ മീഡിയ നോക്കാത്തൊരു വ്യക്തിയാണ്. വാട്സപ്പിലൊക്കെ ഇങ്ങനെ കുറെ മെസ്സേജ് ഞാനാണെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ
കണക്കിന് മെസ്സേജ്. ഇതൊക്കെ ആരൊക്കെ, ഇവർക്കൊന്നും റിപ്ലൈ ഇടില്ല. ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. അത് ആളുടെ ഒരു പാറ്റേൺ ആണ്. അപ്പൊ നമുക്ക് അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് നോക്കൂ, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യൂ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യൂ, ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുണ്ട്. ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പോകുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അത് വൈഫും മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് രണ്ടുപേരുടെ പേഴ്സണാലിറ്റിനെ പറ്റിയും രണ്ടുപേർക്കും ധാരണയുണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെ വൈഫ് ഈ ഒരു ട്രോമ ആദ്യം ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. മുഴുവനായിട്ടൊരു ഇമോഷൻ ഹസ്ബൻഡിന് അവിടെ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കൊന്ന് ഫോണിൽ ഹസ്ബൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറയാം വൈഫിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ വൈഫിന് ഇങ്ങനത്തെ കുറെ ട്രോമാസ് ഉണ്ട്, അത് ഹീൽ ചെയ്യണമെങ്കിൽ ആസ് എ പാർട്ണർ നിങ്ങളുടെ ഹെൽപ്പ് വേണം എന്നുള്ള രീതിയിൽ ആളെ അപ്രോച്ച് ചെയ്യാം. അല്ലാതെ ആളുടെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആള് വരണം വെക്കാം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തു. ശരിക്കും ഇവിടെ ആദ്യം വൈഫ് ഇൻഡിവിജ്വൽ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ സോൾവ് ആവും. ട്രോമ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ട്രോമ ഫോക്കസിലേക്ക് ആദ്യം ഇടണം. നമ്മൾ എപ്പോഴും പറയാ സേഫ്റ്റി അല്ലെങ്കിൽ ഹീലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് കേസിലും കപ്പിൾ കൗൺസിലിംഗ് വരുമ്പോഴും അവന്റെ ഉള്ളിൽ ഇപ്പൊ സെക്ഷൽ അബ്യൂസ് കേസൊക്കെ ഉള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് സെക്ഷൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ സെക്സ് തെറാപ്പിയുടെ ക്ലാസ് എടുത്തപ്പോൾ വന്നൊരു കേസാണ്. ഈ സെക്ഷൽ അബ്യൂസ് കേസൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വൈഫ് കല്യാണം കഴിയുമ്പോൾ ഒരു സെക്ഷൽ ഇന്റിമസി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവിടെ നമ്മൾ EFT കൊണ്ടും അല്ലെങ്കിൽ സെക്സ് തെറാപ്പി കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല. അവിടെ ആദ്യം അവരുടെ ട്രോമ പോണല്ലേ, കുട്ടിക്കാലത്ത് ഉണ്ടായ ആ ഒരു അനുഭവം അവരുടെ മനസ്സിൽ നിന്ന് പോകണം, അത് ഹീൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ EFTയിലോട്ടും കപ്പിൾ കൗൺസിലിംഗിലോട്ടും ഒക്കെ കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി പറയാനുണ്ട്. അതും കൂടി പറഞ്ഞൊരു കേസും കൂടി പറഞ്ഞിട്ട് എൻഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മള് EFT എന്ന് പറയുന്നത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ആളുകളിലല്ല, നോർമൽ കോൺഫ്ലിക്റ്റുകളിൽ, അറ്റാച്ച്മെന്റ് ഇഷ്യൂസിന് ഭയങ്കര ഡീപ്പ് ട്രോമയാണെങ്കിൽ അവിടേക്ക് നമുക്ക് EFT കൊണ്ട് മാത്രം വർക്കാവില്ല. നമ്മൾ ട്രോമ ഫോക്കസ്ഡ് തെറാപ്പി ഇതിന്റെ സൈഡിൽ കൂടെ കൊടുക്കേണ്ടി വരും. പക്ഷെ കുട്ടിക്കാലത്തുള്ള അറ്റാച്ച്മെന്റ് ഇഷ്യൂസ്, അറ്റാച്ച്മെന്റ് നീഡ്സ്, നമുക്ക് പറയില്ല പാരന്റ്സിന്റെ സ്നേഹമൊക്കെ കിട്ടാതെ വളർന്ന് അവിടെ അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് പാരന്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു കേസുകളിലൊക്കെ വരുമ്പോഴേക്കും അവിടെ ഉണ്ടായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് പാറ്റേൺ ആണ് നമുക്ക് അഡൾട്ട് ആകുമ്പോൾ വരുന്നത്. അങ്ങനത്തെ ഏരിയാസിലാണ് നമുക്ക് EFT കൂടുതലായിട്ടും വർക്ക് ആവാം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? റിഫ്ലക്ട് ചെയ്യുക, അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുക, കോൺഫ്ലിക്റ്റിനെ സ്ലോ ഡൗൺ ചെയ്യുക, അതിന്റെ പുറകിലുള്ള ഒരു റീസണിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഒരു ഇമോഷണൽ എക്സ്പ്ലോറേഷൻ എന്നുള്ള ഏരിയയിലാണ് പോകുന്നത്. ഒരു കാമായിട്ട് എങ്ങനെ സംസാരിക്കാം, കാമായിട്ട് നമുക്ക് ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാം. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇടയിൽ കേസ് ഡൗട്ട് വന്നപ്പോ ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാം കമ്മ്യൂണിക്കേഷനിലും റോൾ പ്ലേയിലും ഒക്കെ. എനിക്ക് ഇന്നതാണ് ഫീൽ ചെയ്തത്, നീ ചെയ്തില്ല, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, ഇവൾ എന്നും ഇങ്ങനെയാണ്, എന്നും 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 ഈ ആൾവേസ് ഓൾവേസ് ഓൾവേസ്, ശരിക്കും ആൾവേസ് ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളതാണ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ എടുത്ത് കാണുക. എന്നിട്ട് അന്ന് ഇങ്ങനെ ഉണ്ടായപ്പോ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, ഇന്ന ഇൻസിഡന്റ് ഉണ്ടായപ്പോ എനിക്ക് ഇവിടെ ഇങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. നമ്മുടെ നീഡ്സ് നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മുടെ ഇമോഷൻ, എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷമം ഫീൽ ചെയ്യും, ഇത് എക്സ്പ്രസ് ചെയ്യാൻ ഐ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും യൂസ് ചെയ്യുക. അത് ഏതൊരു കമ്മ്യൂണിക്കേഷനിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ തന്നെ ഒരു കാം അവർക്കിടയിൽ വരും, ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് സംസാരിക്കാറ്, മറ്റാളെ ബ്ലെയിം ചെയ്ത് ജഡ്ജ് ചെയ്ത് സംസാരിക്കുന്നതിന് പകരം. ഇതൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്തു തരുന്ന ഏത് വലിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ വൈഫിനാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം എന്ന് പറഞ്ഞ സാധനം, ഈ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചതുകൊണ്ട് മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇമോഷണൽ തെറാപ്പിയെ പറ്റി ഞാൻ അങ്ങനെ മനസ്സിൽ കുറെ കാര്യം വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഞാനത് തുറന്ന് പറഞ്ഞ് അതിനെ ഡിസ്കസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ പറ്റി മനസ്സിലാവുള്ളൂ. തന്നെയാണ് നമ്മുടെ ഇമോഷൻസ്. എന്റെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഒരിക്കലും ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ചില കേസസിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. കുറെ കാലങ്ങളായിട്ട് ജീവിക്കുമ്പോൾ ഒന്നിച്ച് പോകുന്നവരിന്ന് ഇതായിരിക്കും അവർ വിചാരിക്കുക, ഇതായിരിക്കും അവളുടെ ഇമോഷൻ ഊഹിക്കാൻ പറ്റും. പക്ഷെ 100% അങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ അത് പുറത്തേക്ക് വരൂ. അതുകൊണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്നതാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുക,
മറ്റേ പറയുന്ന കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുക, ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുക, ഇമോഷൻ ഇന്റിമസി കൂട്ടുക. ഡെയിലി അവർക്കിടയിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഇമോഷൻ ഇന്റിമസി കൂട്ടുക, ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഒന്നിച്ച് ചെറിയ മെഡിറ്റേഷൻസ് ചെയ്യുക, ചെറിയ ചെറിയ റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യുക, അതേപോലെ ഒന്നിച്ചൊരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈം കണ്ടെത്തുക. എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെയ്യണമെന്നൊന്നുമില്ലല്ലോ ഫാമിലി ടൈം. ഇങ്ങനെ ഒന്നിച്ചൊന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫാമിലി ടൈം ആണ് അല്ലെ, ഫോണൊക്കെ മാറ്റി വെച്ച്. ദെൻ വീക്ക്ലി ഇമോഷണലി അവരെ ആ വീക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് പതുക്കെ ഇരുന്നിട്ട് സംസാരിക്കുക, വളരെ കാമായിട്ട് സംസാരിക്കുക, മറ്റാളെ ലിസൺ ചെയ്യുക. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ അതിന് മുന്നേ നമ്മുടെ മുന്നിൽ നിന്ന് അവരെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കണം എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇൻ കേസ് അവർക്ക് വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോൺഫ്ലിക്റ്റ് ആവുന്നു തോന്നുകയാണെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഐഡിയയും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, ബ്രീത്ത് എടുക്കുക, പിന്നേക്ക് ആ ഡിസ്കഷൻ മാറ്റി വെക്കുക, ആ ഒരു ടൈം കൊടുക്കുക. അതായത് നമ്മൾ ഇമോഷണലി ഒന്ന് കാം ആവുന്നവരെ ടൈം എടുത്തിട്ട് മാത്രം പറയാം. അത് ഇമ്പൾസീവായിട്ട് ട്രിഗർ ആയ ഉടനെ അങ്ങ് വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ അങ്ങേയറ്റം വരെ പോകുന്നത്. ഒന്ന് കാമായി ബ്രീത്ത് ഒക്കെ എടുത്ത് കാമായ ശേഷം കുറച്ച് സമയം എടുത്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. മറ്റൊരാൾക്ക് സമയം വേണം, ഇപ്പൊ ഇത് ഡിസ്കസ് ചെയ്യണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് പറയുകയാണെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ വരണം കേട്ടോ, ഇത് പറഞ്ഞിട്ട് അങ്ങനെ പോവല്ല. പക്ഷെ ആ ഒരു ടൈം എടുത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ മാത്രം അത് ഡിസ്കസ് ചെയ്യിക്കാം. ഈ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇമോഷൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു കേസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇതും സിമിലർ കപ്പിൾസിന്റെ ഇടയിലുള്ള ഒരു കേസാണ്. കപ്പിൾ കൗൺസിലിംഗിന് തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളൊക്കെ വലിയ മക്കളായി, എന്ന് വെച്ചാൽ 18 വയസ്സും 14 വയസ്സും ഒക്കെയുള്ള വലിയ മക്കളായി. ഒരാള് കംപ്ലീറ്റ്ലി അവരുടെ പഠിത്തത്തില് ഫ്യൂച്ചർ ഡിഗ്രി കോളേജ് ആ ഒരു ഐഡിയോളജിയിൽ അവരുടെ ലൈഫ്, മറ്റേ കുറച്ചുകൂടി അഡോളസെന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ വൈഫും ഹസ്ബൻഡും തമ്മിൽ എപ്പോഴും ഇപ്പൊ കുറെ ആയിട്ട് വലിയ വലിയ ഇഷ്യൂസ് അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല മുന്നേറും. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ, കുറച്ചായിട്ട് പറഞ്ഞാൽ 1-1.5 വർഷമായിട്ട് ഭയങ്കര കോൺഫ്ലിക്റ്റുകളാണ്. പതിയെ പതിയെ മക്കളും ഇത് ബാധിക്കാൻ തുടങ്ങി. മക്കളും പറഞ്ഞു തുടങ്ങി നിങ്ങൾ എന്താ ഇപ്പോഴും അങ്ങനത്തേക്ക് സംസാരങ്ങൾ വന്ന സമയത്താണ് ഇവരെന്ത് ചെയ്തത്, കൗൺസിലിംഗ് എടുക്കാൻ തന്നെ. ഇതിന്റെ ഹസ്ബൻഡ് വൈഫ് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, കുറെ വർഷമൊക്കെ കോളേജിലൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ അത്യാവശ്യം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. ഫിനാൻഷ്യലി അവർ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. വലിയ ഫിനാൻഷ്യൽ ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇവർക്കിടയിൽ ഇല്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ഇവിടെ വൈഫിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് വേണ്ട ഹസ്ബൻഡ് ഫാമിലിയിൽ അത്ര ടൈം ഇല്ല, വർക്കഹോളിക് ആണ്, വർക്കിൽ കുറെ ഫോക്കസ് ചെയ്യുന്നു, ഞങ്ങളുടെ കാര്യം നോക്കാൻ സമയമില്ല. ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് വൈഫിനുള്ളത്. ദെൻ ആളെ സംബന്ധിച്ച് ആള് പറയുന്നത് പിന്നെ പൈസ വേണ്ടേ, മക്കളുടെ ഫ്യൂച്ചർ നോക്കണ്ടേ, അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യലി ബെറ്റർ ആണ് പക്ഷെ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പുള്ളി പോകുന്നത്. ആളുടെ ഒരു ഇമോഷൻ എങ്ങനെയാണ് കുറെ കൂടി ഫ്യൂച്ചർ ഓറിയന്റഡ്, ഫ്യൂച്ചർ ഫോക്കസ്ഡ്, ഫിനാൻഷ്യൽ എന്നുള്ള ഒരു ഫിനാൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. വൈഫ് ആണെങ്കിൽ ഇങ്ങനെയാണ് പറയും. പക്ഷെ ഇവർക്ക് അറിയാം ഇവരുടെ ഭാഗത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്. അത് ഭയങ്കര വലിയ ഇൻസൈറ്റ് ഉള്ളത് ഭയങ്കര കാര്യം കേട്ടോ. ഇവർക്ക് ഇൻസൈറ്റ് ഉണ്ട്, ഇവർക്കിടയിൽ എന്തോ നടക്കുന്നത്, എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ ഇവർക്ക് അതിന്റെ ഒരു കോർ റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇവർ കൗൺസിലിംഗ് വരുന്നത്. അപ്പൊ ഇതില് ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാല് ഈ സ്ത്രീയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ലേഡിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന്, സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് ആയിട്ടൊന്നുമല്ല, ആ ലേഡിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവര് കുട്ടിക്കാലത്ത് എന്താ പറയാ അച്ഛൻ ഇല്ലാതെ ഒരാളാണ്. അമ്മ സെക്കൻഡ് മാരേജ് ചെയ്തു. സെക്കൻഡ് മാരേജ് ചെയ്തപ്പോ ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് ബ്രദറിന്റെ വീട്ടിലാക്കി. അമ്മ രണ്ടാമത് കല്യാണം കഴിക്കും. ചെറുപ്പത്തിലെ ഒരു 1.5-2 വയസ്സിന്റെ സമയത്തിന് അച്ഛൻ മരിച്ചിട്ട് കുട്ടി കണ്ടിട്ടില്ല അച്ഛനെ. അമ്മ സെക്കൻഡ് മാരേജ് കഴിച്ചു. ചെറിയ പ്രായത്തിൽ 2 വയസ്സിന്റെ പ്രായത്തില് ബ്രദറിന്റെ അടുത്ത് ആക്കിയതാണ്. കുട്ടി വളർന്നത് മൊത്തം അമ്മാവന്റെ വീട്ടിലും അവിടുത്തെ ഒരു കെയറിലുമാണ് കുട്ടി വളർന്നിരിക്കുന്നത്. അവർ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇവര് തമ്മിൽ ഇഷ്ടത്തിലാവുന്നത്, പിന്നീട് കല്യാണം കഴിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് അതിന് മുന്നേ ഈ ഹസ്ബൻഡിന്റെ ഒരു ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ അച്ഛനും സൂയിസൈഡ് ചെയ്തത്. ആളുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആള് 10th പഠിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്നത്. ഈ പുള്ളിയാണ് ഇത് കാണുന്നത്. മരിച്ചിട്ട് ഡോറ് തുറന്ന് പോയിട്ട് ആദ്യം കാണുന്നത് ഈ വ്യക്തിയാണ്.
ആൾക്ക് അതിന്റെ ഒരു ഇപ്പോഴും ആ ഷോക്ക് ആളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ടാണ് അച്ഛൻ മരിച്ചത്. സോ അതുകൊണ്ടാണ് അയാൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കണക്ഷൻ നോക്കി ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് ആളെ എങ്ങനെ കണക്ട് ചെയ്തെന്നുള്ളത്. അപ്പൊ ആൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായം തൊട്ടേ വീടിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി പഠിക്കുന്ന സമയത്തെ പല പല ജോലിക്ക് പോകുന്ന ഒരാളായിരുന്നു. അമ്മയും ജോലിക്ക് പോകാൻ തുടങ്ങി, അതൊരു ജോലിക്ക് പോകണ്ടായിരുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരുമാണ് കാര്യങ്ങളെ നോക്കി ഇവര് ബെറ്ററായി. ആള് പിന്നെ കോൺട്രാക്ടിങ് വർക്കിലോട്ട് ഇറക്കി, കോൺട്രാക്ടർ ആണ്. അങ്ങനെ ആ വർക്കൊക്കെ ചെയ്ത് മാരേജ് ഒക്കെ കഴിച്ചു, ഇവരെ വീടൊക്കെ വെച്ച് ആള് കംപ്ലീറ്റ് ആളുടെ ഒരു ഇത് ഒരിക്കലും അച്ഛന്റെ സിറ്റുവേഷൻ ഉണ്ടാവരുത്. ആളുടെ റിയൽ ഐഡിയോളജി അതാണ്, അച്ഛന്റെ സിറ്റുവേഷനിലേക്ക് പോകരുത്. എന്റെ മക്കള് ഒരു തരത്തിലും സഫർ ചെയ്യരുത്. സോ അതുകൊണ്ട് അതിന് പണം വേണം. കാരണം ഫിനാൻഷ്യലി വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളല്ലേ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 10 പഠിക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അച്ഛന്റെ മരണം കണ്ട ട്രോമയൊന്നും ആൾക്ക് പ്രോസസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കടങ്ങളുണ്ട് അച്ഛന്റെ, അത് വീട്ടണം. ഇങ്ങനെ ആൾ അതിന്റെ പുറകെ നെട്ടോട്ട് ഓടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ പറയൂ, നമുക്കിതിൽ ആരെങ്കിലും ബ്ലെയിം ചെയ്യാൻ പറ്റും? അപ്പൊ ആളുടെ ഒരു കോർ ബിലീഫ് എന്ന് പറയുന്നത് ഇവിടെ ഫിനാൻസ് വേണം, പൈസ വേണം. എന്നാ വൈഫിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഈ ബ്ലെയിം ചെയ്യുന്നതിന്? ഇല്ല. വൈഫിന് എന്ത് വേണം? സ്നേഹം, കെയർ വേണം. ആൾക്ക് കിട്ടിയിട്ടേ ഇല്ല കുട്ടിക്കാലത്ത്, അല്ലെ? എത്രയൊക്കെ ആയാലും ഒരു അമ്മാവിന്റെ വീട്ടിൽ അവർ വളർത്തി പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്കൊരു പാരന്റിൽ നിന്ന് കിട്ടേണ്ട കുറെ ഇമോഷണൽ നീഡ്സ്, കെയർ, സ്നേഹം ഒക്കെ ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? എനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും, കാരണം ഞാൻ എന്റെ അമ്മമ്മയുടെയും മുത്തശ്ശിന്റെയും കൂടെ വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ പാരന്റ്സ് അവരുടെ ഒരു ലൈഫിലായിരുന്നു, അമ്മ അച്ഛന്റെ കൂടെയായിരുന്നു. അങ്ങനെയൊക്കെ വളർന്നാൽ നമുക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും കുട്ടിക്കാലത്ത് പല നീഡ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, എന്റെ പാരന്റ്സ് മീറ്റിങ്ങിന് എപ്പോഴും മുത്തശ്ശനാണ് വരെ. ഇപ്പോഴും എന്റെ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കും, മുത്തശ്ശന്റെ കാര്യങ്ങൾ ചോദിക്കും, അമ്മയെ അച്ഛനെ ആർക്കറിയില്ല. അപ്പൊ അവരിങ്ങനെ വന്നിട്ട്, ആ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നു, മുത്തശ്ശനെ ഇപ്പൊ പുറത്ത് കാണാറില്ലല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ നമ്മൾ നോർമലി ഇവിടെ വൈഫ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഹസ്ബൻഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം, കെയർ. ഹസ്ബൻഡ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്തിലാണ്? റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു സംഭവത്തിലാണ്. ഇതാണ് ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉള്ളത്. എന്തുകൊണ്ട് മുന്നേ കോൺഫ്ലിക്റ്റ് ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കല്യാണം കഴിയുന്ന സമയം വരെ ഇവർക്ക് ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. ഇവര് രണ്ടുപേരും ഈ കല്യാണം കഴിക്കുന്നത് പരസ്പരം സപ്പോർട്ടായിട്ട് ഇരിക്കാനും എല്ലാ സപ്പോർട്ടോടും കൂടിയാണ് അവർ വന്നത്. പക്ഷെ ലൈഫിലോട്ട് കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ഫേസ് മാറുകയാണ്, അല്ലെ? ഒരു കുഞ്ഞൊക്കെ വന്നതോടുകൂടെ ഈ വ്യക്തിയില് ട്രോമ ട്രിഗറായി, ഹസ്ബൻഡിന്റെ. അതൊരു എന്റെ ഒരു തിയറിയാണ്. ട്രോമ ട്രിഗർ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് വരെയാണ്, അപ്പൊ കുഞ്ഞിനെ നോക്കണം, ചെലവുകൾ കൂടും, റെസ്പോൺസ് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യും, കുട്ടികളെ എങ്ങനെ വിടാൻ പറ്റുമോ? അപ്പൊ ആള് കംപ്ലീറ്റ്ലി റെസ്പോൺസിബിലിറ്റി മുകളിലേക്കും ആ ലേഡി കംപ്ലീറ്റ്ലി കുഞ്ഞിനെ നോക്കാന്നുള്ളതിലേക്കും പോയി. ഇപ്പൊ എന്ത് സംഭവിച്ചു? അവര് മിഡിൽ ഏജ്ഡ് ആയല്ലേ, 40s ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പ്രായമാണ് രണ്ടുപേർക്കും. ആ 40s എത്തിയപ്പോഴേക്കും മക്കളൊക്കെ വലിയ മക്കളായി. അവർക്ക് പാരന്റ്സിന്റെ ആവശ്യമില്ല. അവരവരുടെ ഡിസിഷൻസ് എടുക്കും, അവരുടെ കാര്യങ്ങൾ. ഇപ്പൊ അമ്മയ്ക്ക് വീട്ടിൽ ജോലിയില്ല, വേറെ ഹൗസ് വൈഫാണ്, ജോലിക്ക് പോകുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കി മക്കൾ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ എന്താ ഡ്യൂട്ടി? ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, ഹോംവർക്ക് ചെയ്യിക്കണം. ഇങ്ങനത്തെ ഡ്യൂട്ടീസിലൊക്കെ അമ്മ ഇരിക്കുമായിരുന്നു കുറെ കാലം. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് അവർക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇവരുടെ ഇമോഷൻ, ഇവരുടെ ആങ്കറിന്റെയും ഫ്രസ്ട്രേഷന്റെയും, അമ്മയുടെ ആങ്കറിന്റെയും ഫ്രസ്ട്രേഷന്റെയും പുറകിൽ ഇമോഷൻ ലോൺലിനെസ്. ഹസ്ബൻഡ് വർക്കഹോളിക്, മക്കൾ അവരുടെ കാര്യം. അമ്മയ്ക്ക് ഇവിടെ ആരുണ്ട്? അവര് മക്കളും അച്ഛനും അല്ലാതെ അവർക്ക് വേറൊരു ലോകമില്ല. ആളെ കുറച്ചൊരു ഒതുങ്ങിയ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് സോഷ്യൽ കണക്ഷൻസ് അധികം ഇല്ല, ഫ്രണ്ട്സ് അധികം. അയാൾക്ക് 3-4 ഫ്രണ്ട്സ് കണക്ട് ചെയ്യാൻ മാക്സിമം ഉണ്ടാവും. അതും വളരെ ലിമിറ്റഡ് ആയിട്ട് കോണ്ടാക്ട് വെച്ചിട്ടുള്ള ഒരാളാണ്. അതിനെ പുറത്തൊന്നും അങ്ങനെ ഒരുപാട് പോവാത്ത, ഒരുപാട് ഇങ്ങനെ നമ്മൾ പറയല്ലേ നൈബർഹുഡിലൊക്കെ പോയി കുറെ നേരം വർത്താനം പറയുന്ന അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല വൈഫ്. അപ്പൊ അവരുടെ ഒരു ഇമോഷണൽ ലോൺലിനെസ് ആണ് കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഹസ്ബൻഡിന്റെ പ്രശ്നം എന്താ? ഞാൻ ഈ വീടിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ? മക്കളുടെ കാര്യം, ഞാൻ എന്റെ അച്ഛനെ പോലെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇവരുടെ എല്ലാ നീഡ്സും ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവർക്ക് എന്ത് വേണം പറഞ്ഞാലും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ മക്കളുടെ ഭാവിക്കുള്ളത് ഞാൻ കരുതുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇവിടുന്ന് എനിക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടില്ല. ഇവള് വെറുതെ വന്ന് കയറുമ്പോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ പ്രശ്നങ്ങളാണ്. ഇതാണ്
കുറെ ഫാമിലി ശരിക്കും ഇവിടെ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ ഒരു പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടോ? ചെറുപ്പത്തിൽ കിട്ടാതിരുന്ന ആ നീഡ്സ് ആണ് രണ്ടുപേരും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായിട്ടോ. കാരണം അവർ ഇൻസൈറ്റോട് കൂടിയും ഇത് മാറണം എന്ന് പറഞ്ഞിട്ടും വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് കാര്യം മനസ്സിലായി. അവര് സെഷനില് കറിയൊക്കെ ഉണ്ടായി. അവര് പരസ്പരം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായി. ഹസ്ബൻഡ് വർക്ക് ചെയ്യും, പക്ഷെ വൈഫിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക. വീണ്ടും ഹസ്ബൻഡ് വൈഫ് ഫേസിലേക്ക് തിരിച്ചു പോകാന്ന് പറയും. 40s കഴിഞ്ഞാല് ഏതൊരു അച്ഛനും അമ്മയും എന്നതൊന്ന് മാറിയിട്ട് ഹസ്ബൻഡ് വൈഫിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം. കാരണം മക്കളൊക്കെ വലുതായില്ലേ. ഒരു ഏർലി മാരേജ് ഒക്കെ കഴിഞ്ഞ കേസിൽ അതിന് 40s 50s എത്തുമ്പോഴേക്കും അച്ഛനമ്മ റോള് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഇവര് ഹസ്ബൻഡ് വൈഫ് റോളാണ്. ആ റോളിലേക്ക് ഇവര് തിരിച്ചു വരണം. ആ ഇമോഷൻ ഇവര് കൊണ്ടുവരണം. അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇതാണ് ഇവരുടെ കേസിലെ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തു. ഇവരുടെ ഈ ഒരു പെർസ്യൂവർ ഡിസ്റ്റൻസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ഇവരുടെ ഹിസ്റ്ററി ഇവരെങ്ങനെ അഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ദെൻ എങ്ങനെ വീണ്ടും ഇമോഷണൽ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം, ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, വീണ്ടും പഴയ പോലെ അല്ലെ അവർ മുന്നേ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങള്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവരൊരു ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കോൺവെർസേഷനിൽ കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഇത്രയും മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്നേഹം കൊണ്ടാന്നൊക്കെ മനസ്സിലാക്കി എങ്ങനെയാ പരിചയപ്പെട്ടത്, എന്തൊരു ക്വാളിറ്റിയിലാണ് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. അവിടെയാണ് ഇവർക്ക് റിയലൈസ് ചെയ്തത് ഇവർ എന്തിനാ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. രണ്ടുപേരുടെ ട്രോമയും രണ്ടുപേർക്കും അറിയാം. അവിടെ സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അവിടെ അവരുടെ തോട്ട് നമ്മൾ ചലഞ്ച് ചെയ്തു എന്നുള്ളതാ. ഒന്നും ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു ചോദ്യത്തില് അവർക്ക് കാര്യം പിടികിട്ടി. ഇതാണ് ഓക്കെ, ഞങ്ങൾ ഇതിനു വേണ്ടിയാ ജീവിക്കാൻ തീരുമാനിച്ചത്. ഇത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ജീവിക്കുന്നത് ഇപ്പോ? ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ഇപ്പൊ ചിന്തിക്കാറുണ്ടോ? സോ അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട് അവിടെ ചലഞ്ച് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ വളരെ കാമായിട്ടുള്ള കോൺവെർസേഷൻസിൽ നിന്ന് അവരുടെ ആ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ഒരു കേസ് ഹിസ്റ്ററി, അറ്റാച്ച്മെന്റ് പാറ്റേൺ വെച്ച് വരുന്ന ഒരു കേസ് ഹിസ്റ്ററി. ക്ലിയർ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഒരുപാട് ടെക്നിക്കിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ഇതിൽ നമ്മൾ എന്താണ് EFTയുടെ കോർ പ്രിൻസിപ്പിൾ, ഒരു കേസ് ഡിസ്കഷൻ, അതാണ് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, പറഞ്ഞതെല്ലാം ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night. Good night. Thank you, madam. Thank you. Yes, thank you. Bye. Good night.